Hello. നമ്മുടെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 1. The volume of the parallelepiped whose chord terminus edges are I minus j plus k, 2i minus 4j plus 5k, 3i minus 5j plus 2k. പിള്ളേരെ എ ബി സി എന്ന് പറയുന്നത് കോഡ് ടെർമിനസ് എഡ്ജസിന്റെ വെക്ടേഴ്സ് ആണ് എങ്കിൽ വോളിയം ഓഫ് പാരലലോപൈപ്ഡ് എന്ന് പറയുന്നത് ബോക്സ് എ ബി സി ആണ്. ഓക്കെ, ഇങ്ങനെ ഒരു റിസൾട്ട് ഉണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് നമ്മുടെ വെക്ടേഴ്സ് 1 മൈനസ് 1 1, 2 minus 4 5, 3 minus 5 2, and that is equal to determinant expansion. നിങ്ങൾക്ക് അറിയാലോ അല്ലേ? വെക്ടർ എഴുതിയിരിക്കുന്നത് കറക്റ്റ് അല്ലേ? കെയർലെസ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ, ഒന്ന് നോക്കണേ. 1 minus 1 1, 2 minus 4 5, 3 minus 5 2, 1 into minus 8 plus 25 minus 1 into അത് പ്ലസ് ഉണ്ടാവും, അത് ഓൾറെഡി മൈനസ് ഉണ്ടല്ലോ. 4 minus 15 plus 1 into minus 10 plus 12. 25 മൈനസ് 8 എന്ന് പറയുന്നത് 17 കിട്ടുമല്ലേ പിള്ളേർ? 25 പ്ലസ് 4 മൈനസ് 15 എന്ന് പറയുന്നത് മൈനസ് 11, ഇത് പ്ലസ് 2 അല്ലേ? 17 2 19 മൈനസ് 11 സീക്വൽ ടു 8 എനിക്ക് കിട്ടും. 8 ഓപ്ഷനിലുണ്ട്. സോ ഓപ്ഷൻ 4 ആയിരിക്കണം ആൻസർ. കെയർലെസ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നോക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 2. If theta is the angle between the planes, രണ്ട് പ്ലെയിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ തീറ്റ ആണെങ്കിൽ cos theta is equal to രണ്ട് പ്ലെയിൻ്റെ ഇടയ്ക്കുള്ള ആംഗിളുകൾ കണ്ടുപിടിക്കാനായിട്ട് n1 dot n2 divided by magnitude of n1 magnitude of n2 ആണ്. n1 ഉം n2 ഉം രണ്ട് പെർപെൻഡിക്കുലർ വെക്ടറാണ്. n1 എന്ന് പറയുന്നത് 3i മൈനസ് 2j പ്ലസ് 2k യും n2 എന്ന് പറയുന്നത് 2i പ്ലസ് 4j പ്ലസ് 2k യുമാണ്. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു 2 6 പ്ലസ് മൈനസ് 2 ഇൻറ്റു 4 മൈനസ് 8 പ്ലസ് 2 ഇൻറ്റു 2 4 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് തന്നെ 9 പ്ലസ് 4 പ്ലസ് 4 അണ്ടർ ദ റൂട്ട് ഓഫ് n2ൻ്റെ മാഗ്നിറ്റ്യൂഡ് 4 പ്ലസ് 16 പ്ലസ് 4. ദാറ്റ് ഈസ് ഈക്വൽ ടു 6 4 10 മൈനസ് 2 10 മൈനസ് 8 2 അണ്ടർ ദ റൂട്ട് ഓഫ് 9 4 13 4 17 അണ്ടർ ദ റൂട്ട് ഓഫ് 16 4 24 24. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. 2/√17 × √24 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. സോ ദാറ്റ് ഈസ് ആൻസർ. അടുത്ത ചോദ്യം. ദ ഡയറക്ഷൻ കോസൈൻസ് ഓഫ് ദ നോർമൽ ടു ദ പ്ലെയിൻ. പിള്ളേരെ ഇതിന്റെ നോർമൽ വെക്ടർ എന്ന് പറയുന്നത് n1 is equal to 2i minus 3j plus 6k ആണ്. സോ അതിന്റെ യൂണിറ്റ് വെക്ടർ ഡയറക്ഷൻ കോസൈൻസ് ആകുമ്പോൾ യൂണിറ്റ് വെക്ടർ ആണ് കണ്ടുപിടിക്കേണ്ടത്. 2 ഡിവൈഡഡ് ബൈ നമുക്ക് അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് n1 എന്ന് പറയുന്ന റൂട്ട് ഓഫ് 4 പ്ലസ് 9 പ്ലസ് 36 ആണ്. 36 4 49 49 റൂട്ട് 7 ആണ്. സോ 2/7 മൈനസ് 3/7 6/7, 2/7 മൈനസ് 3/7 6/7, അതായത് വളരെ ഓപ്ഷൻ 4 ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. ദ ഇക്വേഷൻ ഓഫ് ദ പ്ലെയിൻ പാസിംഗ് ത്രൂ 2 3 4 ആൻഡ് പാരലൽ ടു ദ പ്ലെയിൻ. പിള്ളേരെ ആ പ്ലെയിൻ്റെ നോർമൽ വെക്ടർ നമുക്ക് കിട്ടും. n എന്ന് പറയുന്നത് ആ പ്ലെയിൻ്റെ നോർമൽ വെക്ടർ എന്ന് പറയുന്നത് n ആണ്. ദാറ്റ് ഈസ് 3i മൈനസ് 2j പ്ലസ് k. ആ കൂടുതലുള്ള വെക്ടർ അങ്ങ് എഴുതിയാൽ മതി, ശരിയല്ലേ? പോയിന്റ് 2 3 4 ആണ്. ഈ രണ്ട് പ്ലെയിനും പാരലൽ ആയതുകൊണ്ട് തന്നെ നമ്മുടെ റിക്വയർഡ് പ്ലെയിൻ്റെ പെർപെൻഡിക്കുലർ വെക്ടറും ആ പ്ലെയിൻ്റെ പെർപെൻഡിക്കുലർ വെക്ടറും സെയിം ആയിട്ട് എടുത്താൽ മതി. സോ നമുക്ക് നോർമൽ വെക്ടറും കിട്ടി, പോയിന്റും കിട്ടി. അപ്പം നമുക്ക് പ്ലെയിൻ്റെ ഇക്വേഷൻ എഴുതാം. a ഇൻറ്റു എക്സ് മൈനസ് x1 പ്ലസ് ബി ഇൻറ്റു y മൈനസ് y1 പ്ലസ് സി ഇൻറ്റു z മൈനസ് z1 ഇസ് ഈക്വൽ ടു 0. സോ 3x മൈനസ് 6 മൈനസ് 2y പ്ലസ് 6 പ്ലസ് z മൈനസ് 4 ഇസ് ഈക്വൽ ടു 0. മൈനസ് 6ഉം പ്ലസ് 6ഉം ക്യാൻസൽ ആയി പോകും. 3x മൈനസ് 2y പ്ലസ് z മൈനസ് 4 ഇസ് ഈക്വൽ ടു 0. 3x മൈനസ് 2y പ്ലസ് z മൈനസ് 4 ഇസ് ഈക്വൽ ടു 0. 3x മൈനസ് 2y പ്ലസ് z ഇസ് ഈക്വൽ ടു 4 എന്ന് കിട്ടും. അടുത്ത ചോദ്യം. ഇക്വേഷൻ ഓഫ് ദ പ്ലെയിൻ ത്രൂ ദ പോയിന്റ്സ്. 3 പോയിന്റ്സ് എന്നാൽ പ്ലെയർ ഇത് x1 y1 z1, x2 y2 z2, x3 y3 z3 ആണെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് x മൈനസ് x1 y മൈനസ് y1 z മൈനസ് z1, x2 മൈനസ് x1 y2 മൈനസ് y1 z2 മൈനസ് z1, x3 മൈനസ് x1 y3 മൈനസ് y1 z3 മൈനസ് z1 ഈക്വൽ ടു 0 ആണ്. സോ നമുക്ക് ഒരു ചെറിയ ചേഞ്ച് ചെയ്യാൻ വരുത്താം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ മാറ്റി എഴുതുക. അതായത് x1 y1 z1 0 0 0 കൊടുത്താൽ പിള്ളേർ ഇത് x y z എന്ന് കിട്ടും. x2 മൈനസ് x1 എന്ന് പറയുമ്പോൾ ഇത് 1 1 1 കിട്ടും. അടുത്ത 3 4 5 കിട്ടും. ഇത് എന്നാ കാണിച്ചെന്ന് അറിയാം? സി ലൈക്ക് ഞാൻ x1 y1 z1 ഇത് കൊടുത്തു. കാരണം 0 0 0 ആകുമ്പോൾ ഒന്ന് സബ്ട്രാക്ട് ചെയ്യാനായിട്ട് ഇല്ലാതായിപ്പോളൂ. അപ്പോൾ അതല്ലേ കൺവീനിയൻസ്. സോ x ഇൻറ്റു 5 മൈനസ് 4 മൈനസ് y ഇൻറ്റു 5 മൈനസ് 3 പ്ലസ് z ഇൻറ്റു 4 minus 3 is equal to 0.
എളുപ്പമാണ് അല്ലേ? എക്സ് മൈനസ് 2y പ്ലസ് z is equal to 0. എക്സ് മൈനസ് 2y പ്ലസ് z is equal to 0 ഉണ്ടോ പിള്ളേരെ? എക്സ് മൈനസ് 2y പ്ലസ് z is equal to 0 ഓപ്ഷൻ 4. അടുത്ത ചോദ്യം. The line makes angle alpha beta gamma with the coordinate axis. Then cos 2 alpha. പിള്ളേരെ ഈ cos square alpha plus cos square beta plus cos square gamma is equal to 1 അല്ലേ? ഡയറക്ഷൻ കോസൈൻ L square plus m square plus n square is equal to 1 ആണ്. അങ്ങനെയാണെങ്കിൽ cos 2 alpha എനിക്ക് 2 cos square alpha minus 1 എന്ന് വിളിക്കാം. cos 2 beta നമുക്ക് 2 cos square beta minus 1 എന്ന് വിളിക്കാം. cos 2 gamma നമുക്ക് 2 cos square gamma minus 1 minus 3 ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ബേസിക്കലി 2 കോമൺ എടുത്താൽ cos square alpha plus cos square beta plus cos square gamma 1 ആണ്. മൈനസ് 3 മൈനസ് 1 മൈനസ് 1 മൈനസ് 1 എന്ന് പറയുന്നത് മൈനസ് 3 മൈനസ് 3 എന്ന് കിട്ടും. ബേസിക്കലി 2 മൈനസ് 6 ആണ്. 2 മൈനസ് 6 എന്ന് പറയുന്നത് മൈനസ് 4 അല്ലേ പിള്ളേരെ? മൈനസ് 4 ഓപ്ഷൻ 3. കേരള സിസ്റ്റം കൊണ്ടോ നോക്കണം. അടുത്ത ചോദ്യം. ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻ ആൻഡ് ദ പ്ലെയിൻ ഇസ് ഈക്വൽ ടു പിള്ളേരെ ഇതിന്റെ പാരലൽ വെക്ടർ എന്ന് പറയുന്നത് അത് വൃത്തിക്ക് എഴുതണം അല്ലേ? ഒരു 3 കോമൺ എടുത്താൽ 3 ഇൻറ്റു എക്സ് മൈനസ് 1/3 ഡിവൈഡഡ് ബൈ മൈനസ് 3 ആണ്. സീക്വൽ ടു ഇത് y പ്ലസ് 3/1 തന്നെയാണ്. സീക്വൽ ടു ഒരു മൈനസ് 2 കോമൺ എടുത്താൽ z മൈനസ് 5/2 ഡിവൈഡഡ് ബൈ മൈനസ് 4 കിട്ടും. സോ ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും. മൈനസ് 2 മൈനസ് 4 കൂടെ ക്യാൻസൽ ആയിട്ട് മൈനസ് മൈനസ് ക്യാൻസൽ 2 കിട്ടും. സോ ഇതിന്റെ പാരലൽ വെക്ടർ എന്ന് പറയുന്നത് മൈനസ് i പ്ലസ് j പ്ലസ് 2k ആണ്. കേരള മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നോക്കണം. ഇതിന്റെ നോർമൽ വെക്ടർ എന്ന് പറയുന്നത് മൈനസ് 3i പ്ലസ് 3j പ്ലസ് 6k ആണ്. സോ സൈൻ തീറ്റ ലൈനും പ്ലെയിനും ആകുമ്പോൾ സൈൻ തീറ്റയാണ്. വി ഡോട്ട് എൻ ഡിവൈഡഡ് ബൈ മോഡ് വി മോഡ് എൻ ആണ്. എന്തായാലും സിക്കൽ ടു വി ഡോട്ട് എൻ മൈനസ് 1 ഇൻറ്റു മൈനസ് 3 എന്ന് പറയുന്നത് 3 ആണ്. 1 ഇൻറ്റു 3 എന്ന് പറയുന്നത് 3 ആണ്. പ്ലസ് 2 ഇൻറ്റു 6 എന്ന് പറയുന്നത് 12 ആണ്. ഡിവൈഡഡ് ബൈ അണ്ടർ ദ റൂട്ട് ഓഫ് 1 പ്ലസ് 1 പ്ലസ് 4 4 1 5 1 6 റൂട്ട് 6 ഇൻറ്റു റൂട്ട് 6 അല്ലേ പിള്ളേരെ? അതെ. 9 9 18 18 36 36 10 46 8 64 അല്ലേ? സോറി 36 9 9 9 9 18 18 6 24 സിസ്റ്റം 2 54 ആണ്. സോ സോറി 54 ആയിരുന്നു കേട്ടോ. 3 3 6 12 6 18 ഡിവൈഡഡ് ബൈ ഇതിനെ നമുക്ക് റൂട്ട് ഓഫ് 3 ഇൻറ്റു 2 എന്ന് വിളിക്കാം. ഇതിനെ റൂട്ട് ഓഫ് 54 നമുക്ക് ഫാക്ടറൈസ് ചെയ്ത് എങ്ങനെ എഴുതാം? 227 അല്ലേ? 2 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 എന്ന് വിളിക്കാം. സോ മേളിൽ 18 വരും. താഴെ 3യും 3യും കൂടെ ഒരു 3 കോമൺ വരും. 2 യും 2 കൂടെ ഒരു 2 കോമൺ വരും. 3യും 3യും കൂടെ ഒരു 3 കോമൺ വരും. 3 2 6 6 3 18 സിക്കൽ 1 എന്ന് വരും. സൈൻ തീറ്റ 1 കിട്ടുന്നത് π/2 ആണ്. ഓപ്ഷൻ 3 ആണ് ആൻസർ. ഓക്കെ, സക്സസ്. അടുത്ത ചോദ്യം. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻസ്. പ്ലെയർ നമുക്ക് 2 ലൈൻ തന്നിട്ടുണ്ട്. ഇതിൽ ആദ്യത്തെ ലൈൻ എന്ന് പറയുന്നത് എൻ്റെ പാരലൽ വെക്ടർ എന്ന് പറയുന്നത് 3i മൈനസ് 7j പ്ലസ് 4k ആണ്. രണ്ടാമത്തെ ലൈനിൻ്റെ പാരലൽ വെക്ടർ മൈനസ് 3i പ്ലസ് 7j മൈനസ് 4k. അപ്പോൾ ഈ 2 ലൈനും പാരലാണ്. എന്തുകൊണ്ടാണ്? ഇതിൻ്റെ പാരലൽ വെക്ടർ ഉണ്ടല്ലോ, ഈ വെക്ടറും ഈ വെക്ടർ ഇതിൻ്റെ മൾട്ടിപ്പിൾ അല്ലേ കിടക്കുന്നത്? ശരിയല്ലേ? ഇതിനെ മൈനസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടും. അതുകൊണ്ട് തന്നെ അത് രണ്ടും പാരലാണ്. സോ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഈ ലൈനിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ നമ്മളൊരു ലൈൻ വരയ്ക്കുക. ഈ രണ്ടാമത്തെ 2 ലൈന് നമുക്ക് അങ്ങ് വരയ്ക്കാം അല്ലേ? 2 പാരലൽ ലൈൻസ് ആണ്. ഇതിലെ ഒരു പോയിന്റ്, ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് 4 - 7 - 9 4 - 7 - 9 ആണ്. ഇവിടെ നിങ്ങളുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് 90. ഓക്കെ, ഇതിലൊരു പോയിന്റ് നമുക്കറിയാം. ഇതിലെ പോയിന്റ് അതെ വളരെ 7 - 14 - 5 7 - 14 - 5 ആണ്. മാത്രമല്ല ഇതിന്റെ പാരലൽ വെക്ടർ നമുക്കറിയാം. രണ്ടിന്റെ പാരലൽ വെക്ടർ ആണ്. 3i - 7j പ്ലസ് 4k എഴുതാം അല്ലേ? അപ്പോൾ ഈ പോയിന്റ് ഇല്ലേ, ഈ പോയിന്റ് x, y, z എന്ന് വിളിച്ചാൽ, അതിന് x y z എന്ന് വിളിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തെറ്റാതിരിക്കാൻ ഈ ലൈൻ്റെ തന്നെ പാരലൽ വെക്ടർ. ഇപ്പോൾ ഇല്ലെങ്കിൽ മാറിപ്പോകും. സാർ ഇതല്ലല്ലോ ഇതാണല്ലോ എന്നൊക്കെ പറഞ്ഞാൽ -3i പ്ലസ് 7j മൈനസ് 4k എഴുതിയാലും മതി. എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഏത് എഴുതിയാലും കുഴപ്പമില്ല. ഏതെങ്കിലും ഒരു പാരലൽ വെക്ടർ എടുത്താലും നിങ്ങൾക്ക് സെയിം ലൈൻ തന്നെയാണ് കിട്ടുന്നത്. പാരലൽ ആയില്ലേ വരച്ചപ്പോഴത്തേനും? കുഴപ്പമില്ല കേട്ടോ. ഈ പോയിന്റ് x = പിള്ളേർ x1 7 - 3 ലാംഡ, yക്ക് നമുക്ക് -14 പ്ലസ് 7 ലാംഡ, ഇസഡിന് നമുക്ക് -4 ലാംഡ എന്ന് വിളിക്കാം. ശരിയല്ലേ? അപ്പോൾ ഇതാണ് x y z എന്ന് പറയുന്ന ഈ പോയിന്റ്. നമുക്ക് ഈ ലാംഡ കിട്ടുവാണെങ്കിൽ ഇനി ഈ വെക്ടറും പരസ്പരം പെർപെൻഡിക്കുലർ അല്ലേ? ഇതിനെ പിള്ളേരെ q എന്നും ഇതിനെ p എന്നും വിളിച്ചാൽ വെക്ടർ pq എന്ന് പറയുന്നത് എന്തോ? pq എന്ന് പറയുന്ന വെക്ടർ ഏതാ? ഇതേ മൈനസ് ഇതാ. അപ്പം 7 - 3 ലാംഡ -4 എന്ന് പറയുന്നത് പിള്ളേരെ 4 - 3 ലാംഡ i പ്ലസ് -14 പ്ലസ് 7 -7 അത് -7
പ്ലസ് 7 ലാംഡ ജെ പ്ലസ് ഇതേ മൈനസ് ഇത് -5 -4 ലാംഡ പ്ലസ് 9 എന്ന് പറയുന്ന 5 4 അല്ലേ പിള്ളേർ 9 4 -4 ലാംഡ ഇൻറ്റു കെ എന്ന് കിട്ടും. ശരിയാണോ? ഈ പി ക്യു എന്ന് പറയുന്ന ഈ വെക്ടർ ഇതിനെ ഞാൻ വി എന്ന് വിളിച്ചാൽ പി ക്യു ഈസ് പെർപെൻഡിക്കുലർ ടു വെക്ടർ വി. ശരിയല്ലേ പിള്ളേർ? ഇത് രണ്ടും പെർപെൻഡിക്കുലർ, ഇതും ഇതിന് പാരലൽ വെക്ടർ പെർപെൻഡിക്കുലർ ആണല്ലോ പരസ്പരം. അപ്പം അങ്ങനെയാണെങ്കിൽ പി ക്യു ഡോട്ട് വി, പി ക്യു വി നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആയി. സോ 4 -3 ലാംഡ ഇൻറ്റു -3 പ്ലസ് -7 പ്ലസ് 7 ലാംഡ ഇൻറ്റു 7 പ്ലസ് 4 -4 ലാംഡ ഇൻറ്റു -4 സീക്വൽ 0. സോ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ലാംഡയുടെ വാല്യൂ കിട്ടും. ലാംഡയുടെ വാല്യൂ എക്സ് വൈ സെഡിനകത്തിട്ട് കൊടുത്താൽ എക്സും വൈ സെഡും കിട്ടും. 2 പോയിന്റുമായി ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ മതി. ഇത്തിരി ലെങ്തിയാണ്, അതുകൊണ്ടാണ് കേട്ടോ പഠിച്ചത്. അടുത്തത് 2 cards are drawn successively with a replacement from a well shuffled pack of 52 cards. The probability of drawing 2 red cards. ഓരോന്നോരോന്നായിട്ട് എടുക്കുന്നത്. ആദ്യം 52 എണ്ണത്തിനകത്തുനിന്ന് ടോട്ടൽ അല്ലേ, ടോട്ടൽ 52 എണ്ണത്തിന് ഒരെണ്ണം എടുക്കുക, പിന്നെ 52 എണ്ണത്തിന് ഒരെണ്ണം എടുക്കുക. ഓരോന്നോരോന്നായിട്ടാണ് വിത്ത് റീപ്ലേസ്മെന്റ് ആണ് ഇത് ടോട്ടല്. ഫേവറബിൾ എന്ന് പറയുന്നത് 2 റെഡ് കാർഡ്സ് ആണ് വേണ്ടത്. മൊത്തം എത്ര റെഡ് കാർഡ്സാണ് പിള്ളേരുള്ളത്? മൊത്തം റെഡ് കാർഡ്സ് എന്ന് പറയുന്നത് 52ന്റെ പകുതി എത്രയായിരുന്നു? 26 അല്ലേ? 13 13 13 13 അല്ലേ? സോ 26C1 ഇൻറ്റു 26C1. സോ 26 ഇൻറ്റു 26/52 ഇൻറ്റു 52. ദറ്റ് ഈസ് 1/2 ഇൻറ്റു 1/2 1/4. ഓപ്ഷൻ 1 ആണ്. ഓക്കെ, അടുത്ത a problem in physics is given to 3 students whose chances of solving individually are 1/2 1/3 1/4. Then the probability that the problem will be solved by at least 1. See, problem will be solved by at least 1 എന്ന് പറയുന്നത് 1 minus problem is not solved. ശരിയല്ലേ? പ്രോബ്ലം സോൾവ്ഡ് എന്ന് പറയുമ്പോഴത്തേനും കോംപ്ലിമെന്റ് ഓഫ് പ്രോബ്ലം നോട്ട് സോൾവ്ഡ് എടുത്താൽ മതി. സോ 1 minus of 1 minus 1/2 ഇൻറ്റു 1 minus 1/3 ഇൻറ്റു 1 minus 1/4 ചെയ്താൽ മതി. 1 minus ഇത് 1/2 ഇൻറ്റു ഇത് 2/3 ഇൻറ്റു ഇത് 3/4. 3 3 2 2 ക്യാൻസൽ ആയി പോകും. 3/4 കിട്ടും. 3/4 ഇല്ലേ പിള്ളേരെ? ഉണ്ട് ഓപ്ഷൻ 2. മനസ്സിലായോ? പ്രോബ്ലം വിൽ ബി സോൾവ്ഡ് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 1 സോൾവ് ദ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ആരും സോൾവ് ചെയ്യാതിരിക്കുക എന്നുള്ളതിന്റെ നേരെ കോംപ്ലിമെന്റ്. അടുത്ത ചോദ്യം, ഇഫ് ദ ഫംഗ്ഷൻ തന്നിട്ടുണ്ട് ദ കണ്ടിന്യൂസ് അറ്റ് x = 3. x = 3 ഇവിടെ ഇട്ട് കൊടുത്താൽ പിള്ളേരെ 0/0 കിട്ടും. അപ്പോൾ നമ്മൾ ലിമിറ്റ് x ടെൻസ് ടു 0, ലിമിറ്റ് x ടെൻസ് ടു 3 ലോപ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്താൽ 2x മൈനസ് k + 3 × 1 ഡിവൈഡഡ് ബൈ 1 = 2 ആണ്. ഇനി 3 ഇട്ട് കൊടുത്താൽ 6 മൈനസ് k മൈനസ് 3 = 2 എന്ന് കിട്ടും. 6 മൈനസ് 3 എന്ന് പറയുന്നത് 3 ആണ്. 3 മൈനസ് k = 2 എന്ന് കിട്ടും. സോ k = 1 എന്ന് കിട്ടും. k = 1 ഓപ്ഷനിലെ ഉണ്ട് ഓപ്ഷൻ 4. അടുത്ത് 12. The function satisfies f of x plus y = f of x plus f of y. പിള്ളേർ അങ്ങനെ ഒരു ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ആണെങ്കിൽ f of x plus y = f of x plus f of y എന്ന് സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ f of x എന്ന് പറയുന്ന സം k × x ആയിരിക്കണം. സി എന്നെങ്കിൽ മാത്രമേ ലീനിയർ ആവത്തുള്ളൂ. x plus yക്ക് വരെ x plus y കിട്ടണമെങ്കിൽ ഇവിടെ x plus y ഇട്ട് കൊടുത്താൽ k × x plus y, അത് kx plus ky ഇത് മാത്രമേ സാറ്റിസ്ഫൈ ചെയ്തുള്ളൂ. f of 1 എന്ന് പറയുന്നത് അവർ 3 എന്ന് തന്നിട്ടുണ്ട്. ദാറ്റ് ഇംപ്ലൈസ് k × 1 = 3. സോ k = 3 ആണ്. സോ f of x എന്ന് പറയുന്നത് 3x എന്ന് നമുക്ക് കിട്ടും. f of 50 എന്ന് പറയുന്നത് 3 × 50 150 എന്നും കിട്ടും. ഓക്കെ, 150 എന്ന് പറയുന്ന ആൻസർ ഓപ്ഷൻ 3 ആണ്. അടുത്ത ചോദ്യം, ദ നമ്പർ ഓഫ് ഡിസ്കണ്ടിന്യൂറ്റീസ് ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷൻ. പിള്ളേരെ ഈ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷൻ ഇൻറ്റീജേഴ്സിലെന്നും കണ്ടിന്യൂസ് അല്ല, ഇൻറ്റീജേഴ്സിൽ ഡിസ്കണ്ടിന്യൂസ് ആണ്. -11/2 എന്ന് പറയുന്നത് -5.5 ആണ്. ശരിയല്ലേ? 5.5 അല്ലേ? അതെ, -5.5ന്റെ റൈറ്റ് സൈഡിലേക്കുള്ള നമ്പറുകൾ -4 -3 -2 -1 0 1 2 എക്സെട്ര എവിടം വരെയാണ്? 97 വരെ നോക്കണം. ഇത്രയും നമ്പറുകളുടെ എണ്ണം നോക്കിയാൽ മതി. കാരണം എന്താ വെച്ചാൽ 98 എടുക്കില്ല, ഇത് ഓപ്പൺ ഇന്റർവൽ ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഈ ഇന്റർവലിന്റെ -11/2ന്റെയും 98ന്റെ ഇടയ്ക്കുള്ള ഇൻറ്റീജേഴ്സ് എത്ര എണ്ണം ഉണ്ടെന്ന് ചുമ്മാ എണ്ണി നോക്കിയാൽ മതി. അടുത്ത ചോദ്യം. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റൻ, f of x plus y = f of x × f of y. f of x എന്ന് പറയുന്നത് നമുക്കൊരു a⁻x എന്ന് വിളിക്കാം. പിള്ളേരെ ഇത് f' of x എന്ന് പറയുന്നത് a⁻x log a ആണ്. ശരിയല്ലേ? നമുക്ക് ഈ കണ്ടീഷൻസ് ലൈക്ക് f of x plus y = f of x × f of y സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷനാണ്. ഇപ്പം നമുക്ക് f of x = a⁻x എന്ന് കൊടുത്താൽ f of x plus y എന്ന് പറയുന്നത്
a raised to x plus y ആണ്. That is equal to a raised to x into a raised to y ആണ്. That is equal to f of x into f of y എന്ന് നമുക്ക് എഴുതാം. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ എഫ് ഡാഷ് എക്സ് എഴുതുമ്പോഴത്തേനും a raised to x into log e എന്ന് കിട്ടും. പക്ഷേ പിള്ളേരെ അത് വരുമ്പോഴത്തേനും ഇതുമായിട്ടൊന്നും കോമ്പാറ്റബിൾ ആയി വരുന്നില്ല. അപ്പം നമുക്ക് ഓൾജിബ്രായിക്കലി ഈ കണ്ടീഷൻ എടുക്കാന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ a raised to x എന്ന് പറയുന്ന ഒരു ഡിസൈൻ അല്ലാത്ത രീതിയിൽ നമുക്ക് ഈ ഫംഗ്ഷൻ എങ്ങനെയെങ്കിലും ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റുക എന്നുള്ളതേ ഉള്ളൂ. അതല്ല നമുക്കൊരു ഫംഗ്ഷൻ അവർ തന്നിട്ടുണ്ട് g of x ഇൻക്ലൂഡ് ചെയ്തിട്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ a raised to x എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ അത് വർക്ക് ആവത്തില്ല. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. നമുക്ക് എഫ് ഡാഷ് ഓഫ് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നമുക്കിപ്പം y is equal to x ഒക്കെ ഒന്ന് കൊടുത്ത് നോക്കാം. ചുമ്മാ y is equal to x കൊടുത്താൽ f of 2x is equal to f of x into f of x എന്ന് കിട്ടും. സോ f of 2x എന്ന് പറയുന്നത് f of x ദ ഹോൾ സ്ക്വയർ ആണ്. സോ നമുക്ക് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ f dash of 2x into 2 is equal to 2f of x into f dash of x കിട്ടും. നമുക്ക് വേണമെങ്കിൽ ഒന്ന് എഫിന് 0 കൊടുത്ത് നോക്കിയാൽ f dash of x ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്തായാലും ഇതിനകത്തുനിന്ന് ഡിറൈവ്ഡ് ആയിട്ട് വരുന്നില്ല എന്ന് തോന്നുന്നു അല്ലേ. f dash of x ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിനകത്ത് നടപടിയില്ല. ഇല്ല ഇനിയിപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ് നമ്പർ 14 ലെറ്റ് f of x plus y is equal to f of x into f of y. പിള്ളേർ ഇത് ഒറ്റ നോട്ടത്തിൽ a raised to x ആയിട്ടൊക്കെ തോന്നും. പക്ഷേ ഇതിന് f dash x കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എടുത്താൽ മതി. f dash of x is equal to limit h tends to 0 f of x plus h minus f of x divided by h. That is equal to limit h tends to 0. ഇത് f of x into f of h ആണല്ലോ മൈനസ് f of x divided by h ആണ്. That is equal to limit h tends to 0. f of x എന്ന് പറയാം. നമുക്ക് f of x കോമൺ എടുക്കണമെങ്കിൽ കോമൺ എടുക്കാം. ഇല്ലെങ്കിൽ f of x ന് പകരം നമുക്ക് 1 plus sin 2x into g of x ഇട്ട് കൊടുക്കാം. ശരിയല്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ കോമൺ എടുത്താലും മതി. f of x into f of h minus 1 divided by h കൊടുക്കാം. ഇത് നമുക്ക് 1 plus sin 2x into g of x ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിക്കോളും. സിംപിളി ഒരു 2 into f of x into g of 0 തന്നെ നമുക്ക് കിട്ടും. കാരണം വെച്ചാൽ ഇത് f of x ആയിട്ട് തന്നെ നിന്നോളും. അതിനെ നമ്മൾ ഉപദ്രവിക്കേണ്ട. കാരണം f of x ലിമിറ്റ് കൊടുക്കേണ്ടാത്തതുകൊണ്ട് അതിനെ പുറത്തോട്ട് ഇടുകയും ചെയ്യാം. f of x into ലിമിറ്റ് h tends to 0. പിന്നെ f of h minus 1 ഉള്ളതുകൊണ്ട് ഇതിനകത്ത് 1 പോകും. sin 2h into g of h എന്ന് കിട്ടും. ഡിവൈഡർ ബൈ h ഉണ്ട്. ദാറ്റ് ഇസ് ഈക്വൽ ടു f of x into ലിമിറ്റ് h tends to 0 sin 2h ഡിവൈഡർ ബൈ 2h പറഞ്ഞല്ലോ. അപ്പോൾ ഇൻറ്റു ഒരു 2 ചെയ്യും. ഇൻറ്റു ഒരു g of h കൂടെ ചെയ്യും. ഇത് 1 ആയി പോകും. സോ f of x into ഇത് 1 ആകും. ഇൻറ്റു 2 ഉണ്ട്. ഇൻറ്റു g of 0 വരും. സോ 2f of x into g of 0. സിമ്പിളാണ്. അടുത്ത ചോദ്യം d square y by dx square ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ log y is equal to x into log 4 plus 3x minus 1 into log 3 എന്ന് കിട്ടും. ശരിയല്ലേ പിള്ളേരെ? സോ 1 by y into dy by dx is equal to log 4 plus 3 അത്രയും കിട്ടും. 3 log 3 അല്ലേ? 3 log 3 എന്ന് കിട്ടും. സോ d square y by dx square is equal to or 1 by y into dy by dx is equal to ഇത് ലോഗരിതം ഓഫ് 4 into 3 raised to 3 എന്ന് കിട്ടും. ശരിയാണോ പിള്ളേരെ? സോ ഐ എം സോ സോറി, d square y by dx square അല്ല dy by dx കേട്ടോ. സോ dy by dx എന്ന് പറയുന്നത് എന്താണ്? dy by dx is equal to log 4 into 3 raised to 3 into y എന്ന് കിട്ടും. സോ d square y by dx square എന്ന് പറയുന്നത് log 4 into 3 cube into dy by dx ആണ്. സോ നമുക്ക് തിരിച്ച് dy by dxന്റെ വാല്യൂ ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ dy by dxന്റെ വാല്യൂ ഇവിടെ അങ്ങ് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ശരിയല്ലേ? dy by dxന് പകരം log 4 into 3 cube into dy by dx y എന്ന് കൊടുക്കുക. കൊടുക്കുമ്പോഴത്തേന് ആൻസർ ആയിക്കണം. അടുത്ത ചോദ്യം ഇത് 108 ആണെന്ന് തോന്നുന്നു അല്ലേ? 3 9 9 3 27 27 into 4 108 അല്ലേ? അപ്പം ലോഗ് 108 ഹോൾ സ്ക്വയർ ഉണ്ട് y എന്ന് കിട്ടുമെന്ന് തോന്നുന്നു. കാരണം ഇത് രണ്ടെണ്ണം വരും. ഈ നമ്പർ തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം f dash of 2 ആണ്. പിള്ളേർ ഈ f dash of x കണ്ടുപിടിക്കാനായിട്ട് ഇതേ ഇൻറ്റു ലൈക്ക് ഒരു ടൈമിന്റെ ഡെറിവേറ്റീവ് ഇൻറ്റു ബാക്കിയല്ലേ? ഇപ്പൊ ആദ്യത്തേത് -1 into 4 minus x into 6 minus x into എക്സെട്ര into 2n minus x പ്ലസ് ഇനി നമ്മൾ 2 minus x അതുപോലെ എഴുതും ഇൻറ്റു ഇതിന്റെ ഡെറിവേറ്റീവ് 4 minus x -1 into 6 minus x into ഇങ്ങനെ നമ്മൾ എഴുതി പോവാണ്. ഇതിന്റെ കോമഡി എന്താണെന്ന് ചോദിച്ചാൽ പിള്ളേരെ 2 minus x ഡെറിവേറ്റീവ് എടുക്കുന്ന ഈ ഫസ്റ്റ് ടൈമിൽ അല്ലാത്ത എല്ലാ ടൈമിലും 2 minus x വരും. നമുക്ക് f dash of 2 അല്ലേ കണ്ടുപിടിക്കേണ്ടത്. 2 minus x എന്നാൽ x ന് 2 ഇട്ട് കൊടുക്കുമ്പോഴത്തേന് അത് ക്യാൻസൽ ആയി പോകും. അപ്പോൾ അതെല്ലാം 0 ആയി പോകുന്നുണ്ട്. f dash of 2വിനകത്ത് ഈ ഒരു ടൈം മാത്രം നിൽക്കും. -1 into 4 minus 2 into 6 minus 2 into എക്സ്ട്രാ 2n minus 2 മാത്രം നിൽക്കും. എല്ലാത്തിനകത്തും ഇത് നമുക്ക് -1 into 4 minus 2 -2 ആണ്, 6 minus 2 -4 ആണ്, എക്സെട്രാ
2 ഇൻറ്റു n മൈനസ് 1 ആണ്. ഒരു മൈനസ് കോമൺ വരുമെന്ന് തോന്നുന്നു. 2n മൈനസ് 2 അല്ലേ പിള്ളേരെ? -2 4 - 2 ഒക്കെ -2 ആണോ? അല്ലല്ലോ, എല്ലാം പോസിറ്റീവ് അല്ലേ? അതെ, അപ്പോൾ നമുക്കൊരു -1 വരും. ഇൻറ്റു 2 ഇൻറ്റു 4 ഇൻറ്റു എക്സെട്രാ ഇൻറ്റു 2 ഇൻറ്റു n മൈനസ് 1 വരും. അപ്പം നമുക്ക് വെറുതെ 2 റേസ് ടു എത്രയാണെന്ന് നോക്കിയാൽ മാത്രം മതി. അടുത്ത ചോദ്യം. ഇത് കോസ് ഇൻവേഴ്സ് x/x+1 ആണ്. ഇത് സൈൻ ഇൻവേഴ്സ് x/x+1 ആണ്. സോ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇത് π/2 എഴുതുന്നതിന് കണ്ടീഷനിൽ കുഴപ്പമൊന്നുമില്ല. സ്പെഷ്യൽ കണ്ടീഷൻസ് ഉള്ളതൊന്നും നമുക്ക് വരാൻ സാധ്യത ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് അതങ്ങ് പറഞ്ഞത്. സോ dy/dx എന്ന് പറയുന്നത് എന്തായാലും 0 ആയിരിക്കും. ഓക്കെ, അടുത്ത ചോദ്യം. കോസ് ഇൻവേഴ്സ് x പ്ലസ് കോസ് ഇൻവേഴ്സ് y = π/2. പിള്ളേരെ സൈൻ ഇൻവേഴ്സ് x പ്ലസ് കോസ് ഇൻവേഴ്സ് x എന്ന് പറയുന്നത് ആക്ച്വലി π/2 തന്നെയാണ്. രണ്ടും കൂടെ ആഡ് ചെയ്യണമെന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷൻ അപ്ലൈ ചെയ്താലും കിട്ടുമെന്ന് തോന്നുന്നു കേട്ടോ പിള്ളേരെ. ഇപ്പോഴത്തെ കോസ് ഇൻവേഴ്സ് x പ്ലസ് കോസ് ഇൻവേഴ്സ് വൈയുടെ കോസ് ഇൻവേഴ്സ് ഓഫ് xy പ്ലസ് റൂട്ട് ഓഫ് 1 - x² ഇൻറ്റു റൂട്ട് ഓഫ് 1 - y² = π/2. അതായത് ഇതിനിടയ്ക്ക് പ്ലസ് അല്ല, ഇതിനിടയ്ക്ക് മൈനസ് ആണ്. കോസ് ഇൻവേഴ്സ് x പ്ലസ് കോസ് ഇൻവേഴ്സ് വൈയുടെ നോർമൽ ഇക്വേഷൻ ഇല്ലേ, അതങ്ങ് അപ്ലൈ ചെയ്തല്ലോ. സോ xy മൈനസ് റൂട്ട് ഓഫ് 1 - x² ഇൻറ്റു 1 - y² എന്ന് പറയുന്ന കോസ് π/2 എന്ന് പറയുന്നത് 0 ആണ്. സോ xy = റൂട്ട് ഓഫ് 1 - x² ഇൻറ്റു 1 - y² ആണ്. അത് സ്ക്വയർ ചെയ്താൽ x² y² = 1 - x² - y² പ്ലസ് x² y² എന്ന് കിട്ടും. ഈ ടൈം ക്യാൻസൽ ആയി പോകും. സോ സിംപ്ലി ഇനി ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ആൻസർ കിട്ടിക്കോളും. ഓക്കെ, അടുത്ത ചോദ്യം. ഇത് ചെയ്യാനായിട്ട് x³ മൈനസ് y³ ഡിവൈഡഡ് ബൈ x³ പ്ലസ് y³ എന്ന് പറയുന്നത് കോസിക് e⁻⁴. എൻ്റെ പൊന്നു സാറേ, കോസിക് e⁻⁴ ഒക്കെ എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇത് അപ്പുറത്തേക്ക് മാറിയാൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. x³ പ്ലസ് y³ ഇൻറ്റു 3x² ഇൻറ്റു 3x² മൈനസ് 3y² ഇൻറ്റു dy/dx മൈനസ് ന്യൂമറേറ്റർ x³ മൈനസ് y³ ഇൻറ്റു ഡിനോമിനേറ്റർ ഡെറിവേറ്റീവ് 3x² പ്ലസ് 3y² ഇൻറ്റു dy/dx ദ ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ x³ പ്ലസ് y³ ദ ഹോൾ സ്ക്വയർ = 0 ആകും. കാരണം വെച്ചാൽ റൈറ്റ് സൈഡ് ഒരു കോൺസ്റ്റന്റ് ആണ്, കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0. അപ്പോൾ ഇത് ഈ ന്യൂമറേറ്റർ അപ്പുറത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമല്ല, ഒരു ഫ്രാക്ഷൻ 0 ആവണമെങ്കിൽ അതിൻ്റെ ന്യൂമറേറ്റർ 0 ആയിരിക്കണം. സോ അതിൻ്റെ ന്യൂമറേറ്റർ = 0 കൊടുത്താൽ നമുക്ക് dy/dx ഈസി ആയിട്ട് കിട്ടും. ഈ ടൈം അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് dy/dxന്റെ ടൈം മാത്രം ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്ന് കോമൺ എടുത്താൽ മതി. അടുത്ത ചോദ്യം. A particle moves along the x-axis so that the position is given by x = t³ minus 2t² at a time t second. What is the time interval during which the particle will be on the negative half of the x-axis? Negative half of the x-axis വരണമെങ്കിൽ x less than 0 ആയിരിക്കണം. That is t³ minus 2t² less than 0 ആണ് അല്ലേ? നെഗറ്റീവ് ഹാഫ് എന്ന് പറയുന്നത് -1/2 ഇപ്പുറത്ത് നല്ലതായിട്ട് ഉദ്ദേശിക്കുന്നത് പോസിറ്റീവ് ഹാഫ് നെഗറ്റീവ് ഹാഫിൽ. അപ്പോൾ നെഗറ്റീവ് ഹാഫിലേക്ക് വരണമെങ്കിൽ എക്സിൻ്റെ നെഗറ്റീവ് ഹാഫിലേക്ക് വരണമെങ്കിൽ എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആയിരിക്കണം. സോ ഇതിനന്ന് t² കോമൺ എടുത്താൽ t-2 ലെസ് ദാൻ 0 ആണ്. t² എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും > 0 ആണ്. സോ t-2 ലെസ് ദാൻ 0 കിട്ടണം. t-2 ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ t ലെസ് ദാൻ 2 ആണ്. സോ 0 ലെസ് ദാൻ t ലെസ് ദാൻ 2. പിന്നെ ടൈം അല്ലേ, ടൈം എന്തായാലും പോസിറ്റീവ് ആയിരിക്കുമല്ലോ. അപ്പോൾ 0 ലെസ് ദാൻ t ലെസ് ദാൻ 2 എന്ന് എഴുതിയാൽ മതി. അടുത്ത ചോദ്യം. A stone thrown vertically upward satisfies the equation s = 160t minus 16t². The time required to reach the maximum height. എനിക്ക് ഫിസിക്സ് വലിയ പിടിയൊന്നുമില്ല. മാക്സിമം ഹൈറ്റിൽ വെലോസിറ്റി 0 ആയിരിക്കുമെന്ന് തോന്നുന്നു. വെലോസിറ്റി എന്ന് പറയുന്നത് ds/dt ആണ്. ദാറ്റ് ഈസ് = 0 കൊടുത്താൽ ds/dt എന്ന് പറയുന്നത് 160 minus 16 into 2t = 0 കൊടുക്കാൻ. ദാറ്റ് ഇംപ്ലൈസ് ടിയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അടുത്ത ചോദ്യം. ഈ 4x² plus py² = 45 and x² minus 4y² = 5 cut orthogonal in the value of p. പിള്ളേർ ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 8x plus p into 2y = 0 എന്ന് കിട്ടും. p into 2y into dy/dx = 0 എന്ന് കിട്ടും. സോ dy/dx എന്ന് പറയുന്നത് -8x ഡിവൈഡഡ് ബൈ 2py ആണ്. ഓക്കെ, അതുപോലെ ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2x minus 4 into 2y into dy/dx = 0 എന്ന് കിട്ടും. ആൻഡ് ദാറ്റ് ഇംപ്ലൈസ് dy/dx എന്ന് പറയുന്നത് -2x ഡിവൈഡഡ് ബൈ -8y ആണ്. പിള്ളേർ ഇതിൻ്റെ dy/dxൻ്റെ പ്രോഡക്റ്റ് dy/dx ഇൻറ്റു ഇത് ഫസ്റ്റ് ഇൻറ്റു ഇത് സെക്കൻഡ് എന്ന് കൊടുക്കാം കേട്ടോ. dy/dx സെക്കൻഡ്, അതിൻ്റെ പ്രൊഡക്റ്റ് -1. അതിൻ്റെ കാര്യം എന്താ? ഓർത്തോഗണൽ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ എന്നാണ്. dy/dx എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ആണ്. അത് അതിൻ്റെ പ്രൊഡക്റ്റ് നെഗറ്റീവ് ആയിരിക്കും. 2py ഇൻറ്റു -2x ഡിവൈഡഡ് ബൈ -8y = -1 കിട്ടും.
സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് വാല്യൂ പിയുടെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ഇതിൽ -8 ക്യാൻസൽ ആയിപ്പോവും, 2 ക്യാൻസൽ ആയിപ്പോവും. എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു പിള്ളേർ ഒരു മൈനസ് അപ്പുറത്ത് കൂടെ ഉണ്ടല്ലോ, ഇവിടെ ഒരു മൈനസ് കൂടെ അല്ലേ, പി വൈ സ്ക്വയർ എന്ന് കിട്ടും. ശരിയല്ലേ? എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു പി വൈ സ്ക്വയർ എന്ന് കിട്ടിയാൽ പിള്ളേർ നമുക്ക് ഈ എക്സ് സ്ക്വയറിന് പകരം പി വൈ സ്ക്വയർ ഇട്ട് കൊടുക്കാം. ശരിയല്ലേ? ഇവിടുത്തെ എക്സ് സ്ക്വയറിന് പകരം എന്തിട്ട് കൊടുക്കാം? പി വൈ സ്ക്വയർ ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും സിംപ്ലിഫൈ ചെയ്താൽ വൈയും പിയും വൈ സ്ക്വയറും പിയും വരും. അത് എലിമിനേറ്റ് ചെയ്താൽ പി കിട്ടും. അടുത്ത ചോദ്യം. The value of x is a polynomial 2x cube minus 9x square plus 12x plus 4 is a decreasing function. പിള്ളേർ f of x is equal to 2x cube minus 9x square plus 12x plus 4 ആണ്. ഡിക്രീസിങ് എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആണ്. ദാറ്റ് ഇംപ്ലൈസ് 6x സ്ക്വയർ മൈനസ് 18x പ്ലസ് 12 ലെസ് ദാൻ 0 എന്ന് കിട്ടും. നമുക്ക് ഇത് 12 ഇതിനെ ഒരു 6 വെച്ച് ഡിവൈഡ് ചെയ്താൽ എക്സ് സ്ക്വയർ മൈനസ് 12 വെച്ചല്ലേ ഡിവൈഡ് ചെയ്യുന്നത്, 6 വെച്ചല്ലേ ഡിവൈഡ് ചെയ്യുന്നത്, 3x പ്ലസ് 2 ലെസ് ദാൻ 0 ദാറ്റ് ഇസ് എക്സ് സ്ക്വയർ മൈനസ് 2x. അല്ല പിള്ളേർ ഇതിനെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് സിംപ്ലിഫൈ ചെയ്തില്ലേ? അല്ലെങ്കിൽ തന്നെ അതായത് ഇതിനെ x മൈനസ് 2 ഇൻറ്റു x മൈനസ് 1 ലെസ് ദാൻ 0 എന്ന് വിളിക്കാം. ദാറ്റ് ഇംപ്ലൈസ് x ബിലോങ്സ് ടു, ഇതിൽ ചെറുത് ഏതാ, 2 ആണോ 1 ആണോ? 1 അല്ലേ ചെറുത്, x മൈനസ് ഇത് ലെസ് ദാൻ 1 2 എന്ന് കിട്ടും. സോ 1 ലെസ് ദാൻ x ലെസ് ദാൻ 2 എന്ന് പറയുന്നത് ഓപ്ഷൻ ആണ്. അടുത്ത ചോദ്യം 24. Let f be continuous in closed interval 1 5 and differentiable in 1 5. F of 1 is equal to 3. Sorry, f of 1 is equal to -3. F dash x greater than or equal to 5. പിള്ളേരെ മീൻ വാല്യൂ തരും. ലഗ്രാഞ്ചെ മീൻ വാല്യൂ തിയറം വെച്ച് എഫ് ഡാഷ് ഓഫ് സി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ ആണ്. സോ എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ബി എന്ന് പറയുന്നത് എഫ് ഓഫ് 5 ആണ്, മൈനസ് എഫ് ഓഫ് എ എന്ന് പറയുന്നത് എഫ് ഓഫ് 1 ആണ്, ഡിവൈഡഡ് ബൈ ബി മൈനസ് എഫ് 5 മൈനസ് 1. ദറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 5 എന്ന് അവർ തന്നിട്ടുണ്ട്. എഫ് ഓഫ് 5 മൈനസ് എഫ് ഓഫ് 1 എന്ന് പറയുന്നത് എത്രയാണ് പിള്ളേരെ? -3 ഡിവൈഡഡ് ബൈ ഇത് 4 ആണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 5 ആണ്. സോ എഫ് ഓഫ് 5 പ്ലസ് 3 ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 20 എന്ന് കിട്ടും. ഓർ എഫ് ഓഫ് 5 ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 17. അടുത്തത് the minimum value of f of x is equal to modulus of 5 minus x plus 4. ഇതാണ് മോഡുലസ് ഓഫ് എക്സ്. y is equal to മോഡുലസ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. നമുക്ക് ആദ്യം y is equal to മോഡുലസ് ഓഫ് മൈനസ് എക്സ് വേണം. മോഡുലസ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് എക്സ് എന്ന് പറയുന്നതും സെയിം തന്നെയല്ലേ? എങ്ങനെയാണ് മൈനസ് എക്സ് എഴുതുന്നത്? ഇതിനെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും റീപ്ലേസ് ചെയ്താൽ മതി. സോ നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് മോഡുലസ് ഓഫ് മൈനസ് എക്സ് പ്ലസ് 5 ആണ്. പ്ലസ് 5 ചെയ്യാനായിട്ട് ഒരു 5 യൂണിറ്റ് ലെഫ്റ്റിലേക്ക് മാറ്റി എഴുതിയാൽ മതി. ശരിയാണോ? ഒരു 5 യൂണിറ്റ് ലെഫ്റ്റിലേക്ക് മാറ്റി എഴുതുക. 5 യൂണിറ്റ് ലെഫ്റ്റിലേക്ക് മാറ്റി എഴുതിയതിന് ശേഷം പ്ലസ് 4 ചെയ്യാനായിട്ട് ഒരു 4 മുകളിലേക്ക് ബുക്കിയാൽ മതി. ശരിയല്ലേ? ഗ്രാഫ് ഒരു 4 യൂണിറ്റ് മുകളിലേക്ക് ബുക്കിയാൽ മതി. ഇതാണ് 4. ഓക്കെ, 4 കിട്ടണമെങ്കിൽ എക്സിന് നമുക്ക് 5 കൊടുത്താൽ മതി. ഇതിൻ്റെ മിനിമം വാല്യൂ അല്ലേ? മിനിമം വാല്യൂ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയതുകൊണ്ട് ഇത് 0 ആകുന്ന സ്ഥലത്താണ് ഇതിൻ്റെ മിനിമം കിട്ടുന്നത്. ദറ്റ് ഈസ് 4. ഒറ്റ നോട്ടത്തിൽ നമുക്ക് കിട്ടും മോഡുലസ് ഓഫ് 5 മൈനസ് 4 എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ അതിൻ്റെ മിനിമം എന്ന് പറയുന്നത് അത് 0 ആകുമ്പോഴത്തേനുമാണ് 4. അടുത്ത ചോദ്യം. ഇൻ്റഗ്രൽ കോസ് എക്സ് ഡിവൈഡഡ് ബൈ കോസ് ഓഫ് എക്സ് മൈനസ് എ. ഇൻ്റഗ്രൽ പിള്ളേരെ ഈ എക്സ് മൈനസ് എക്ക് ഞാനൊരു ടി എന്ന് കൊടുത്താൽ എക്സ് ഈസ് ഈക്വൽ ടു ടി പ്ലസ് എ ആണ്. സോ ഇത് കോസ് ടി പ്ലസ് എ ഡിവൈഡഡ് ബൈ കോസ് ടി എന്ന് വരും. ശരിയല്ലേ പിള്ളേരെ? ഡി ടി എന്താവും? കാരണം ഡി എക്സ് ഈസ് ഈക്വൽ ടു ഡി ടി ആണ്. ഇൻ്റഗ്രൽ കോസ് ടി കോസ് എ മൈനസ് സൈൻ ടി സൈൻ എ ഡിവൈഡഡ് ബൈ കോസ് ടി എന്ന് വരും, ഡി ടി. എന്തായിട്ട് ഈക്വൽ ടു ഇൻ്റഗ്രൽ കോസ് ടി ബൈ കോസ് ടി എന്ന് പറയുന്നത് കോസ് എ വരും, മൈനസ് സൈൻ ടി ബൈ കോസ് ടി എന്ന് പറയുന്നത് ടാൻ ടി വരും, ഇൻറ്റു സൈൻ എ വരും, ഡി ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് എ ഇൻറ്റു ടി മൈനസ് ടാൻ ടിയുടേത് ലോഗ് മോഡ് സി ടി ഇൻറ്റു സൈൻ എ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് എ ഇൻറ്റു ടിക്ക് നമ്മൾ കൊടുത്ത എന്താ? എക്സ് മൈനസ് എ മൈനസ് ഇതിനെ നമുക്ക് ലോഗ് മോഡ് കോസ് ചെയ്ത ഹോൾ റേസ് ടു -1 എന്ന് എഴുതാം. പിന്നെ ഒരു സൈൻ എ ഉണ്ട് പ്ലസ് സി. ഈ -1 പുറത്തേക്ക് വരുമ്പോഴത്തേനും കോസ് എ ഇൻറ്റു എക്സ് മൈനസ് എ മൈനസ് കോസ് എ ഇൻറ്റു എക്സ് മൈനസ് എ മൈനസ് ഇത് പ്ലസ് ആകും. ഈ മൈനസ് വെളിയിലേക്ക് വരുമ്പോൾ ലോഗ് മോഡ് കോസ് ടിക്ക് പകരം എക്സ് മൈനസ് എ കൊടുക്കാം ഇൻറ്റു സൈൻ എ പ്ലസ് സി. ഓക്കെ, അടുത്ത വരും പിള്ളേർ. ഇത് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് പാർഷ്യൽ ഫ്രാക്ഷൻ ആണ് നമ്മൾ എടുക്കുന്നത്. 1 ബൈ ഇ റേസ് ടു എക്സ് പ്ലസ് 4 മൈനസ് 1 ബൈ ഇ റേസ് ടു എക്സ് പ്ലസ് 3.
ഇതിങ്ങനെ സബ്ട്രാക്ട് ചെയ്താൽ അല്ലെങ്കിൽ 3 ഇപ്പുറത്ത് ഇവിടെ 3യും ഇവിടെ 4ഉം ഇട്ട് സബ്ട്രാക്ട് ചെയ്താൽ പിള്ളേർ ഇത് e⁻x+4 മൈനസ് e⁻x+3 എന്ന് കിട്ടും. ശരിയാണോ? പക്ഷേ ഇതിനകത്തൊരു ചെറിയ വിഷയമുള്ളതെന്ന് വെച്ചാൽ നമുക്കൊരു e⁻x വരുന്നില്ല. അപ്പോൾ നമ്മൾ ഈ മുകളിൽ ഒരു e⁻x കൂടെ ആഡ് ചെയ്താൽ e⁻xഉം e⁻xഉം കൂടെ ആഡ് ചെയ്താൽ e⁻x ഇൻറ്റു e⁻x എന്ന് പറയുന്നത് e⁻2x ആണ്, പ്ലസ് 4e⁻2x മൈനസ് e⁻x ഇൻറ്റു e⁻x എന്ന് പറയുന്നത് e⁻2x ആണ്, മൈനസ് 3 ഇൻറ്റു e⁻x. ഈ e⁻2x രണ്ട് ക്യാൻസൽ ആയി പോയിക്കോളും. അപ്പോൾ ഈ വരച്ചിരിക്കുന്ന സംഗതി, ഈ എഴുതിയിരിക്കുന്ന സംഗതി ഈ ഇൻ്റഗ്രൽ തന്നെയാണ്. ശരിയാണോ? dx = ഇത് തന്നെ പിള്ളേർ ഇത് സിംപ്ലിഫൈ ചെയ്ത് കിട്ടും. ഓക്കെ, പാർഷ്യൽ ഫ്രാക്ഷൻ. അപ്പം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ലോഗ് മോഡ് e⁻x+3 ആണ്. ലോഗ് മോഡ് e⁻x+3 ആണ്, മൈനസ് ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ലോഗ് മോഡ് e⁻x+4 ആണ്. സോ e⁻x+3 ഡിവൈഡഡ് ബൈ e⁻x+4 എന്ന് കിട്ടും. log a മൈനസ് log b എന്ന് പറയുന്നത് log a/b ആണ്, പ്ലസ് സിയും കൂടെ ഉണ്ട്. ദിസ് ഇസ് ഇൻ്റഗ്രൽ പ്ലസ് ഇത് സ്ക്വയർ കൊടുത്താൽ log x⁻7 സ്ക്വയർ അല്ല പവർ ആയിട്ട് കൊടുത്താൽ മൈനസ് e⁻log x⁵ to the base e upon e⁻log x⁵ to the base e minus e⁻log x⁵3 to the base e. log e cancel ആയി പോവില്ല. This is equal to integral x⁻7 minus x⁵ divided by x⁵ minus x⁻3. That is equal to integral ഇതിനൊരു x⁻2 കോമൺ എടുത്താൽ x⁵ minus x⁻3 അല്ലെങ്കിൽ മതി x⁵ minus x⁻3 divided by x⁵ minus x⁻3 കിട്ടും. ഇത് രണ്ട് ക്യാൻസൽ ആയി പോകും. നോട്ട് ഈക്വൽ ടു 0 ഉണ്ട്. ഇന്റഗ്രൽ x² x³ 3 + c. അടുത്ത ചോദ്യം പിള്ളേർ ഇത് ഇന്റഗ്രൽ e⁻x ഇൻറ്റു cos x പ്ലസ് sin x. ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കാണിക്കാം. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ അല്ല, നിങ്ങൾ ഇനി ഇതുപോലെ ചെയ്തോണം. ഞാൻ ചെയ്യുന്നതിനാണ് ഇതിനെ e⁻x ഇൻറ്റു f(x) എന്ന് വിളിക്കാം. ഇന്റഗ്രേറ്റ് ചെയ്താൽ മനസ്സിലായോ പറഞ്ഞത്? ഇതിന് e⁻x ഇൻറ്റു f(x) കാരണം e⁻x ഉണ്ടെങ്കിൽ അതിൻ്റെ ഇന്റഗ്രലിനകത്തും ഡെറിവേറ്റീവിനകത്തും e⁻x വന്നിരിക്കും. സോ എന്നിട്ട് ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ e⁻x ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് മൈനസ് sin x പ്ലസ് cos x ഇൻറ്റു പ്ലസ് cos x പ്ലസ് sin x ഇൻറ്റു e⁻x ഇൻറ്റു e⁻x ഇൻറ്റു മൈനസ് 1 e⁻x ഇൻറ്റഗ്രൽ e⁻x ഇൻറ്റു f(x) പ്ലസ് e⁻x ഇൻറ്റു f'(x) പ്ലസ് f(x) ഇൻറ്റു e⁻x ഇൻറ്റു e⁻x എന്ന് കിട്ടും. സോറി e⁻x ഇൻറ്റു -1 എന്ന് കിട്ടും. ശരിയല്ലേ? ഈ രണ്ട് സൈഡിലും ഡിഫറൻഷിയേറ്റ് ചെയ്യുക ചെയ്ത് പിള്ളേർ e⁻x ക്യാൻസൽ ആയി പോകും. മിച്ചം മൈനസ് sin x പ്ലസ് cos x പ്ലസ് cos x പ്ലസ് sin x ഈക്വൽ പ്ലസ് ഇത് മൈനസ് ഉണ്ടായിരുന്നേ മൈനസ് cos x മൈനസ് sin x ഈക്വൽ ടു ശരിയല്ലേ മൈനസ് sin x പ്ലസ് cos x മൈനസ് cos x മൈനസ് പ്ലസ് മൈനസ് sin x ഈക്വൽ ടു ഇവിടെ വരുന്നത് നമുക്കൊരു f'(x) ഉണ്ട് മൈനസ് ഒരു f(x) എന്ന് വരും. ശരിയാണോ? സോ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേനും മൈനസ് sin x എന്ന് പറയുന്നത് -2 sin x ആണ്. -2 sin x ഈക്വൽ ടു f'(x) മൈനസ് f(x) എന്ന് വരും. f'(x) മൈനസ് f(x) എന്ന് പറയുന്നത് 2 sin x വന്നാൽ ഈ f(x) എന്ന് പറയുന്നത് എന്തായിരിക്കും പിള്ളേരെ? ഇത് അല്ലെങ്കിൽ ഇത് സിംപ്ലിഫൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇതല്ലായിരുന്നു f(x). മൈനസ് sin x പ്ലസ് cos x ഡെറിവേറ്റീവ് ആണ് cos x മൈനസ് sin x. അപ്പം നിങ്ങൾക്ക് ഒരൊറ്റ നോട്ടത്തിൽ കാണാം. ഒന്ന് e⁻ sin x f(x) ഇതിൻ്റെ ഡെറിവേറ്റീവ് cos x ഡെറിവേറ്റീവ് ആണ് മൈനസ് sin x നമുക്ക് കാണാം. ശരിയല്ലേ? അപ്പോൾ ഈ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഇല്ലാതെ തന്നെ നമുക്ക് നോക്കാം. e⁻x ഇൻറ്റു f(x) പ്ലസ് f'(x) എന്ന് പറയുന്നത് e⁻x ഇൻറ്റു f(x) ഡെറിവേറ്റീവ് ആണെന്ന് അങ്ങനെ ഒരു ഐഡൻറ്റിറ്റി ഉള്ളതല്ലേ? അപ്പോൾ ആ ഐഡൻറ്റിറ്റി ഉപയോഗിച്ചാലും മതി. ശരിയല്ലേ? ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകണമെന്നില്ല. ഇങ്ങനെയൊരു കോൺസെപ്റ്റ് ഇല്ലേ? ഇപ്പോൾ f(x) ഇൻറ്റു e⁻x ഡെറിവേറ്റീവ് എടുത്താൽ that is f(x) into e⁻x into -1 plus f'(x) into e⁻x കിട്ടും. that is e⁻x into f(x) minus f(x) plus f'(x). ശരിയല്ലേ? അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇവിടെ cos x പ്ലസ് sin x ആണ് കിടക്കുന്നത്. അപ്പം നമുക്ക് cos x എന്ന് പറയുന്നത് മൈനസ് f(x) cos x കൊടുത്താൽ f'(x) എന്ന് പറയുന്നത് sin x കിട്ടും. അപ്പം ഞാൻ ചോദിക്കുന്നത് e⁻x into cos x plus c. ഇത് കൺഫേം ചെയ്യാണ്ട് നിങ്ങൾ ഇതിനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കി. e⁻x ഇൻറ്റു cos x ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് മൈനസ് sin x ആണ്. ശരിയല്ലേ? പ്ലസ്
ഓ അന്നേരം മൈനസ് വരില്ല, ശരിയാണോ? മൈനസ് വരൂലേ? മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന കോസ് എക്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് മൈനസ് കോസ് എക്സ് ആണ് വരേണ്ടത്. അത് വരില്ല, അത് വരില്ല കേട്ടോ, അത് വരില്ല. ഫസ്റ്റ് വരത്തില്ല, കാരണം വെച്ചാൽ അവിടെ ഒരു മൈനസിന്റെ പ്രശ്നം വരും. അപ്പം നമുക്ക് ഈ ഒരു ഓപ്ഷൻസിലേക്ക് പോകും. ഈ ഒരു ഓപ്ഷൻ ആയിരിക്കും നല്ലത്. ഈ ഒരു ഓപ്ഷനിലേക്ക് പോയാലാണ് കറക്റ്റ് കൃത്യ ആൻസർ ഇടുന്നത്. ഇ റൈസ് ടു മൈനസ് എക്സ് ഇൻറ്റു കോസ് എക്സ്, കാരണം എഴുതിയേക്കുന്നത് കറക്റ്റ് ആണ്. മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന കോസ് എക്സ് വരണം. മൈനസ് എഫ് ഓഫ് എക്സ് കോസ് എക്സ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് മൈനസ് കോസ് എക്സ് വരണം. അപ്പോൾ ഒരു മൈനസിന്റെ പ്രശ്നമുണ്ട്. അപ്പോൾ ഇതൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കാം. മൈനസ് ഓഫ് ഇ റൈസ് ടു മൈനസ് എക്സിന്റെ കോസ് എക്സിന്റെ മൈനസ് സൈൻ എക്സ് ആണ്, പ്ലസ് കോസ് എക്സ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഇ റൈസ് ടു മൈനസ് എക്സ് ഇൻറ്റു മൈനസ് ആണ്. അപ്പോൾ കൃത്യം കിട്ടും. ഈ മൈനസ് അകത്തോട്ട് വരുമ്പോഴത്തേനും ഇ റൈസ് ടു മൈനസ് എക്സ് നമ്മൾ കോമൺ എടുത്താൽ, ഒരു മൈനസ് ഇ റൈസ് ടു മൈനസ് എക്സ് കോമൺ എടുത്താൽ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് തന്നെ കൃത്യം കിട്ടും. അപ്പോൾ ഇതാണ് ആൻസർ. ഇത് മതി, ഫോർത്ത് ഓപ്ഷൻ. അത് ചെറിയ കെയർലെസ് മിസ്റ്റേക്ക് ആയിരുന്നു. അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 30. 5 ഇ റൈസ് ടു 20x പ്ലസ് ഇ റൈസ് ടു 16x. അല്ലാതെ ഇതിനകത്ത് നമുക്ക് ഇ റൈസ് ടു 16x കോമൺ എടുത്താൽ ഇ റൈസ് ടു 4x പുറത്ത് വരും. കാരണം വെച്ചാൽ 1/4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. 5 ഇൻറ്റു ഇ റൈസ് ടു 4x പ്ലസ് 1 റൈസ് ടു 1/4 കിട്ടും. ഇതിന് നിങ്ങളൊരു യു കൊടുത്താൽ dx, യു ഈസ് ഈക്വൽ ടു 5 ഇ റൈസ് ടു 4x പ്ലസ് 1 കൊടുത്താൽ ഇൻ്റഗ്രൽ du/dx എന്നാണ് പിള്ളേരെ. du/dx എന്ന് പറയുന്നത് 20 ഇ റൈസ് ടു 4x എന്ന് കിട്ടും. ശരിയല്ലേ? സോ ഇ റൈസ് ടു 4x ഇൻറ്റു dxന് പകരം ഇ റൈസ് ടു 4x ഇൻറ്റു dxന് പകരം നമുക്ക് du/20 കൊടുക്കാം. സോ യു റൈസ് ടു 1/4 ഇൻറ്റു du/20 എന്ന് കിട്ടും. ഇത് യു റൈസ് ടു 1/4 പ്ലസ് 1/1/4 പ്ലസ് 1 ചെയ്താൽ മതി. ദിസ് ഇസ് ഇൻ്റഗ്രൽ dx അപ്പോൺ ഇത് പ്രോഡക്റ്റ് ആയിട്ട് എഴുതത്തില്ലേ, 2 sin x മൈനസ് 3 cos x ഇൻറ്റു 2 sin x പ്ലസ് 3 cos x എന്ന് എഴുതാം. ശരിയാണ്? ഇങ്ങനെ പ്രൊഡക്റ്റ് ആണ്. ഇനിയിപ്പോൾ അല്ലെങ്കിൽ നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഡിഫിക്കൽട്ട് ആണെങ്കിൽ ഒരു cos സ്ക്വയർ എക്സ് വെളിയിലോട്ട് എടുത്താൽ ഇൻ്റഗ്രൽ dx ഡിവൈഡഡ് ബൈ ഒരു 9 cos സ്ക്വയർ എക്സ് ആണ് വെളിയിലോട്ട് എടുക്കുന്നത് കേട്ടോ. 9 cos സ്ക്വയർ എക്സ് വെളിയിലോട്ട് എടുത്താൽ 4 sin സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ 9 cos സ്ക്വയർ എക്സ് മൈനസ് 1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ cos സ്ക്വയർ എക്സ് മണ്ടലിലോട്ട് പോയാൽ sec സ്ക്വയർ എക്സ് dx കിട്ടും ഡിവൈഡഡ് ബൈ 9 ഇൻറ്റു 4/9 tan സ്ക്വയർ എക്സ് മൈനസ് 1 എന്ന് കിട്ടും dx. ഓക്കെ, നമുക്കൊരു tan എക്സിന് u കൊടുത്താൽ du/dx ഇസ് ഈക്വൽ ടു tan എക്സിൻ്റെ ഡെറിവേറ്റീവ് sec സ്ക്വയർ എക്സ് ആണ്. എന്തായാലും ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഒരു 1/9 ഉണ്ട്. sec സ്ക്വയർ എക്സ് dx എന്ന് പറയുന്ന du ആണ്. du ഡിവൈഡഡ് ബൈ 4/9 u സ്ക്വയർ മൈനസ് 1 കിട്ടും. ഓക്കെ, ഇത് സിംപ്ലിഫൈ ചെയ്യും. ഇത് 1/x സ്ക്വയർ മൈനസ് a സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഫോർമാറ്റിലാണ്. ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഞാനൊരു ആവേശത്തിൻ്റെ 9 വെളിയിലെടുത്താണ്. ശരിക്കും പറഞ്ഞാൽ ഇനി വെളിയിലെടുക്കേണ്ടത് 4/9 ആണ്. 4/9 വെളിയിലെടുത്താലാണ് നമുക്ക് ഇൻ്റഗ്രൽ x സ്ക്വയർ മൈനസ് a സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഫോമിലേക്ക് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. ഇത് നേരത്തെ ചെയ്ത ക്വസ്റ്റൻ തന്നെയാണ്. ഇ റൈസ് ടു മൈനസ് കോട്ട് ഇൻവേഴ്സ് എക്സ് ഇൻറ്റു ഇതിനെ നമുക്ക് പിള്ളേരെ സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്താൽ 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് എഴുതാം dx. ദാറ്റ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇ റൈസ് ടു മൈനസ് കോട്ട് ഇൻവേഴ്സ് എക്സ് ഇൻറ്റു ഇതേപോലെ എന്ന് പറയുന്ന 1 പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ വരും. ശരിയാണോ പിള്ളേരെ? അല്ലേ? ഇനി എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഇതിനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കി. ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കിയാൽ എക്സ് ഇൻറ്റു കോട്ട് ഇൻവേഴ്സ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കിയാൽ എക്സ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് കോട്ട് ഇൻവേഴ്സ് എക്സ് ഇൻറ്റു കോട്ട് ഇൻവേഴ്സ് എക്സ് ഉണ്ടത് മൈനസ് 1/1 പ്ലസ് എക്സ് സ്ക്വയർ ആണ്. പ്ലസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇ റൈസ് ടു മൈനസ് കോട്ട് ഇൻവേഴ്സ് എക്സ്, ഇത് പ്ലസ് ആകും കാരണം മൈനസ് കോട്ട് ഇൻവേഴ്സ് എക്സിൻ്റെ ആണ്. അപ്പോൾ ഒരു മൈനസ് അഡീഷണൽ വരും. ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. അപ്പോൾ നമുക്ക് ഇ റൈസ് ടു മൈനസ് കോട്ട് ഇൻവേഴ്സ് എക്സ് നമുക്ക് വെളിയിലെടുക്കാം. ഇൻറ്റു ഇവിടെ ഒരു എക്സ് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് എന്ന് കിട്ടും. ശരിയാണോ? അപ്പോൾ അത് മിസ്റ്റേക്ക് ഉണ്ട്. കാരണം വെച്ചാൽ നമുക്ക് 1 പ്ലസ് എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ആണ് കിട്ടേണ്ടത്. അയ്യോ അല്ലല്ല, എക്സ് ഇല്ല, അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേനും 1. ഇതെന്നെ പിള്ളേരെ ആദ്യത്തെ ഓപ്ഷനിൽ തന്നെ കിട്ടിയോ? അടുത്ത ചോദ്യം. ഇത് ഇൻ്റഗ്രൽ 0 to 1 എക്സിന് പകരം എ പ്ലസ് ബി മൈനസ് എക്സ് കൊടുക്കുന്ന പരിപാടിയില്ലേ? ഇപ്പോൾ എക്സിന് പകരം എ പ്ലസ് ബി 0 പ്ലസ് 1 1 ആണ്. 1 മൈനസ് എക്സ് ഇൻറ്റു 1 മൈനസ് എക്സിന് പകരം എ പ്ലസ് ബി മൈനസ് എക്സ് ദ ഹോൾ റൈസ് ടു 7 dx എന്ന് കൊടുക്കാം. ദാറ്റ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 1 മൈനസ് എക്സ് ഇൻറ്റു 1 മൈനസ് 1 എന്ന് പറയുന്നത് 0 എക്സ് റൈസ് ടു 7 കിട്ടും. പിള്ളേർ ഇതിനെ നമുക്ക് ഇൻ്റഗ്രൽ എക്സ് റൈസ് ടു 7 മൈനസ് എക്സ് റൈസ് ടു 8 dx എന്ന് വിളിക്കാം. ആൻഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ
ആ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. എക്സ് റൈസ് ടു 8/8 മൈനസ് എക്സ് റൈസ് ടു 9/9 ഓവർ 0 to 1 ആണ്. ദറ്റ് ഇസ് 1/8 മൈനസ് 1/9 എന്ന് കിട്ടും. 1/8 മൈനസ് 1/9 എന്ന് പറയുന്നത് 1/72 കിട്ടും. ഓപ്ഷൻ 2 ഉണ്ട്. അടുത്ത ചോദ്യം. ഇതും a പ്ലസ് ബി മൈനസ് എക്സ് കൊടുത്താൽ π/2 പ്ലസ് മൈനസ് π/2 0 ആണ്. ഇൻ്റഗ്രൽ കോസ് മൈനസ് എക്സ് എന്ന് പറയുന്നത് കോസ് എക്സ് തന്നെ കിട്ടും. ശരിയല്ലേ പിള്ളേർ? എക്സിന് പകരം മൈനസ് എക്സ് ആണ് കൊടുക്കുന്നത്. ഇൻ്റഗ്രൽ മൈനസ് π/2 ടു π/2. ഇതിനെ ഐ എന്ന് വിളിച്ചാൽ ഇതും ഐ തന്നെയാണ്. കോസ് മൈനസ് എക്സ് കോസ് എക്സ് തന്നെ കിട്ടും. ലോഗരിതം ഓഫ് 3 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 3 പ്ലസ് എക്സ് എന്ന് കിട്ടും. സി π/2 പ്ലസ് മൈനസ് π/2 എന്ന് പറയുന്നത് 0 ആണ്. എഫ് ഓഫ് എക്സിന് പകരം നമുക്ക് എ പ്ലസ് ബി മൈനസ് എക്സ് എന്ന് കൊടുക്കുന്ന ഒരു പരിപാടിയില്ല. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഡി എക്സ്. സോ ഇത് പിള്ളേരെ ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം അല്ലേ? മൾട്ടിപ്ലൈ ചെയ്യല്ല, ലോഗ് എ ഇൻറ്റു ബി അല്ലേ വരണ്ട. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്യാം. 2i ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് π/2 ടു π/2. രണ്ടും കൂടെ ആഡ് ചെയ്താൽ കോസ് എക്സ് കോമൺ വരും അല്ലേ? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ ലോഗരിതം ഓഫ് ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന് പറയുന്നത് ലോഗ് എ ഇൻറ്റു ബി. 3 പ്ലസ് എക്സ് ബൈ 3 മൈനസ് എക്സ് ഇൻറ്റു 3 മൈനസ് എക്സ് ബൈ 3 പ്ലസ് എക്സ് ഡി എക്സ് എന്ന് വരും. ഇതൊന്നും ക്യാൻസൽ ആയിപ്പോൾ ഇതൊന്നും ക്യാൻസൽ ആയിപ്പോൾ ലോഗ് 1 കിട്ടും, 0 കിട്ടും. സിമ്പിൾ 0. ഇൻ്റഗ്രൽ π/6 ടു π/3. ഇതിനെ 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് പിള്ളേർ ഇത് റൂട്ട് കോസ് എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് സൈൻ എക്സ് എന്ന് വിളിക്കാം അല്ലേ? ഡി എക്സ്. ദാറ്റ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ π/6 ടു π/3. ഇത് മണ്ടയിലോട്ട് പോയാൽ റൂട്ട് സൈൻ എക്സ് അപ്പോൺ റൂട്ട് സൈൻ എക്സ് പ്ലസ് റൂട്ട് കോസ് എക്സ് എന്ന് വിളിക്കാം ഡി എക്സ്. ഇതാണ് ഐ എങ്കിൽ ഇതേ ഐക്ക് പകരം നമുക്ക് ഇൻ്റഗ്രൽ π/6 ടു π/3. പിള്ളേരെ എ പ്ലസ് ബി മൈനസ് എക്സ് കൊടുത്താൽ സൈൻ π/3 പ്ലസ് π/6 എന്ന് പറയുന്നത് π/2 ആണ്. സൈൻ π/2 മൈനസ് തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റയാണ്. റൂട്ട് കോസ് എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് കോസ് എക്സ് പ്ലസ് റൂട്ട് സൈൻ എക്സ് എന്ന് കിട്ടും ഡി എക്സ്. സോ ഐ പ്ലസ് ഐ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ π/6 ടു π/3 1 കിട്ടും. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ ഇതിൻ്റെ LCM, അതായത് ഇതിൻ്റെ ഡിനോമിനേറ്റർ കോമൺ ആയതുകൊണ്ട് റൂട്ട് സൈൻ എക്സ് പ്ലസ് റൂട്ട് കോസ് എക്സ് തന്നെ കിട്ടും. സോ ഐ സെയിം തന്നെ കിട്ടും. ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. അടുത്ത ചോദ്യം. സെയിം ക്വസ്റ്റ്യൻ തന്നെ. ഐ ഈസ് ഈക്വൽ ടു ഇത് ഐ ആണെങ്കിൽ പിള്ളേരെ π/2 പ്ലസ് മൈനസ് π/2 0 ആണ്. സോ ഇൻ്റഗ്രൽ മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് സൈൻ സ്ക്വയർ എക്സ് ആണ്. സോ മൈനസ് π/2 ടു π/2 ഇത് സൈൻ സ്ക്വയർ എക്സ് തന്നെ കിട്ടും. കാരണം സ്ക്വയർ എടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. ഡിവൈഡഡ് ബൈ 1 പ്ലസ് എ റൈസ് ടു മൈനസ് 1 എന്ന് കിട്ടും. എ റൈസ് ടു മൈനസ് എക്സ് എന്ന് കിട്ടും. കാരണം ലിമിറ്റിൻ്റെ സം എന്ന് പറയുന്നത് -1 ആണ്. ലിമിറ്റിൻ്റെ സം എന്ന് പറയുന്നത് 0 ആണ്. അപ്പം നമ്മൾ എ പ്ലസ് ബി മൈനസ് എക്സ് ഈ ഒരു പ്രോപ്പർട്ടിയാണ്. ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നതിന് പകരം നമ്മൾ എന്ത് കൊടുക്കുന്ന ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് എക്സ് കൊടുക്കുന്ന പരിപാടിയല്ലേ? അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, എ പ്ലസ് ബി മൈനസ് എക്സ് കൊടുക്കുന്നതാണ്. സോ ഇവിടുത്തെ എ പ്ലസ് ബി എന്ന് പറയുന്നത് 0 ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് π/2 ടു π/2. പിള്ളേരെ ഇത് എ റൈസ് ടു മൈനസ് എക്സിനെ നമുക്ക് 1 പ്ലസ് 1 ബൈ എ റൈസ് ടു എക്സ് എന്ന് എഴുതാം ഡി എക്സ്. ദാറ്റ് ഇസ് ഈക്വൽ ടു ഈ എ റൈസ് ടു എക്സ് മണ്ടയിലേക്ക് പോകുമ്പോൾ ഇൻ്റഗ്രൽ മൈനസ് π/2 ടു π/2 എ റൈസ് ടു എക്സ് സൈൻ സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ എ റൈസ് ടു എക്സ് പ്ലസ് 1 ആണ്. ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ ഇൻ്റഗ്രൽ 2i ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് π/2 ടു π/2. രണ്ടിൻ്റെ LCM സെയിം അല്ലേ പിള്ളേരെ? മുകളിൽ ഒരു സൈൻ സ്ക്വയർ എക്സ് കോമൺ എടുത്താൽ 1 പ്ലസ് എ റൈസ് ടു എക്സ് ആണ് വരുന്നത്. ഡിവൈഡഡ് ബൈ 1 പ്ലസ് എ റൈസ് ടു എക്സ് ഡി എക്സ്. രണ്ടും ക്യാൻസൽ ആയിപ്പോൾ ഇൻ്റഗ്രൽ മൈനസ് π/2 ടു π/2 സൈൻ സ്ക്വയർ എക്സ് വരും ഡി എക്സ്. ഈ സൈൻ സ്ക്വയർ എക്സിനെ കോസ് 2x ടൈമിലേക്ക് ആക്കിയാൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. കോസ് 2θ ഈസ് ഈക്വൽ ടു 1 മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റയുടെ റിസൾട്ട് അല്ലേ? അത് അപ്ലൈ ചെയ്താൽ മതി. അടുത്തത് ഇതൊരു ജനറൽ ചോദ്യമാണ്. IN ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു π/4 പിള്ളേരെ ടാൻ റൈസ് ടു n തീറ്റ എനിക്ക് ടാൻ റൈസ് ടു n മൈനസ് 2θ ഇൻറ്റു സീക് സ്ക്വയർ തീറ്റ എന്ന് വിളിക്കാം ഡി തീറ്റ. സോ പുട്ട് t ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ. അപ്പോൾ ഇത് ഇൻ്റഗ്രൽ 0 ടു ടാൻ തീറ്റയ്ക്ക് t കൊടുത്താൽ തീറ്റയ്ക്ക് t π/4 കൊടുക്കുമ്പോഴത്തേനും തീറ്റയ്ക്ക് π/4 ഇത് 1 ആകും. ടാൻ റൈസ് ടു ടാൻ തീറ്റയ്ക്ക് നമ്മൾ t ആണ് കൊടുത്തത്. t റൈസ് ടു n മൈനസ് 2 ഇൻറ്റു പിള്ളേർ ഇതിൻ്റെ ഡി ടി എന്ന് പറയുന്നത് സീക് സ്ക്വയർ തീറ്റ ഡി തീറ്റ ആണ്. സീക് സ്ക്വയർ തീറ്റ ഡി തീറ്റ എന്ന് പറയുന്നത് dt കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു t റൈസ് ടു n മൈനസ് 2 ഇൻറ്റു t റൈസ് ടു n മൈനസ് 2 പ്ലസ് 1 ബൈ n മൈനസ് 2 പ്ലസ് 1 ഓവർ 0 ടു 1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു
ടി റേസ് ടു n മൈനസ് 1 ബൈ n മൈനസ് 1 0 to 1 കിട്ടും. 1 കൊടുത്താൽ 0 കൊടുത്താൽ 0 ആണ്. 1 ബൈ n മൈനസ് 1 കിട്ടും. 1 ബൈ n മൈനസ് 1 ആണ് i എന്നെങ്കിൽ i6 എന്ന് പറയുന്ന 1 ബൈ 6 മൈനസ് 1 1 ബൈ 5ഉം i8 എന്ന് പറയുന്ന 1 ബൈ 8 മൈനസ് 1 1 ബൈ 7ഉമാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അടുത്ത ചോദ്യം. ഇത് -1 to 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻസൈഡ് ദ മോഡുലസ് ആണ്. പിള്ളേരെ 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 0 ആകുന്നത് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 ആകുമ്പോൾ ഇപ്പോൾ 0യ്ക്കും -1നും 0യ്ക്കും ഇടയ്ക്കാണ് 1 എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ എക്സ് ബിലോങ്സ് ടു -1 to 0. സോ 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ്. ഇനി എക്സ് ബിലോങ്സ് ടു 0 to 1 കൊടുത്താലും 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ്. ശരിയല്ലേ? -1 തൊട്ട് 1 വരെയുള്ള എല്ലാ വാല്യൂസിനും 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ പിന്നെ ഇതിനകത്തൊരു മോഡുലസ് ഇടേണ്ട ഒരു പർപ്പസ് എനിക്ക് മനസ്സിലാവുന്നില്ല. അടുത്ത ചോദ്യം. The area of the region x square plus y square less than or equal to 1 and x plus y greater than or equal to 1. x square plus y square is equal to 1 എന്ന് പറയുന്ന സർക്കിൾ വിത്ത് സെന്റർ 1 1 സെന്റർ 0 0 റേഡിയസ് 1 ആണ്. 1 ഓക്കെ. എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് 0 1 1 0 പാസ് ചെയ്യുന്ന ലൈനാണ്. എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 1. ഓക്കെ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1ഉം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആകുമ്പോഴത്തേനും ഈ ഏരിയ ആണ്. ഈ ഏരിയ എന്ന് പറയുന്നത് പിള്ളേരെ പൈ ആർ സ്ക്വയർ ബൈ 4. ഈ ക്വാർട്ടർ പോർഷൻ ഓഫ് സർക്കിളിൽ നിന്നും എന്ത് സബ്ട്രാക്ട് ചെയ്താൽ മതി? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് സബ്ട്രാക്ട് ചെയ്താൽ മതി. 6 എന്ന് പറയുന്നത് 1 അല്ലേ? പൈ ബൈ 4 മൈനസ് 1 ബൈ 2. പൈ ബൈ 4 മൈനസ് 1 ബൈ 2 ഓപ്ഷൻ 4 കിടപ്പുണ്ട്. ഓക്കെ. അടുത്ത ചോദ്യം. ഇൻ്റഗ്രേഷൻ ഒന്നും വേണ്ടായിരുന്നു കേട്ടോ. 40. ഏരിയ ബൗണ്ടഡ് ബൈ ദ കർവ് y is equal to sin 2x. 0 തൊട്ട് പൈ വരെ. ഇതാണ് y is equal to sin x. നിങ്ങൾക്ക് വരയ്ക്കേണ്ടത് y is equal to sin 2x ആണ്. sin 2x വരയ്ക്കുമ്പോൾ ഇത് ഷ്രിങ്ക് ചെയ്യും. പ്ലസ് ഇത് പൈ ബൈ 2, ഇത് പൈ, ഇത് 3 പൈ ബൈ 2, ഇത് 2 പൈ. ഓക്കെ. ഗ്രാഫ് ഷ്രിങ്ക് ചെയ്യണം. ഷ്രിങ്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചുരുങ്ങണം. ശരിയല്ലേ? 1/2 ആയിട്ട് ചുരുങ്ങണം. അപ്പം ഇത് കണ്ടോ, ഒറ്റ സർക്കിളിൻ്റെ ഒറ്റ കർവ് വന്നിടത്ത് 2 കർവ് വരണം. ഇങ്ങനെ ഒരു കർവ് വന്നിടത്ത് 2 എണ്ണം വരണം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏത് ഏരിയ പിള്ളേരെ? y is equal to sin 2x between the coordinate axis x is equal to 0. x is equal to 0 എന്ന് പറയുന്ന y ആക്സിസ്, x is equal to pi, x is equal to pi എന്ന് പറയുന്നത് ഇത്. ശരിയല്ലേ? x is equal to pi വരെ, x is equal to 0 തൊട്ട് x is equal to pi വരെയുള്ള ഏരിയ എന്ന് പറയുന്നത് ഈ ഏരിയ പ്ലസ് ഈ ഏരിയ ആണെന്നാണ് എനിക്ക് തോന്നുന്നു ഉദ്ദേശിക്കുന്നത് കേട്ടോ. x is equal to 0 തൊട്ട് x is equal to pi. അന്നേരം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇൻ്റഗ്രൽ 0 to pi by 2 sin 2x dx കണ്ടുപിടിക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക? 2 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അതിൻ്റെ റീസൺ എന്താണെന്ന് പറയുക പിള്ളേരെ? ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഏരിയ, ഈ 2 ഏരിയയും ഐഡൻറ്റിക്കലാണ്. 0 തൊട്ട് പൈ വരെ നിങ്ങൾ ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ 0 തൊട്ട് പൈ തൊട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേനും ഒന്ന് നെഗറ്റീവ് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ 0 ആയിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് 0 to pi by 2 വരെ sin 2x ഇടയിലുള്ള ഏരിയ കണ്ടുപിടിച്ചതിന് ശേഷം അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അടുത്ത് ഇത് നമ്മളൊന്ന് ഓൾറെഡി ചെയ്താണ്. 0 to pi by 2 2 raised to cos x by 2 raised to cos x plus 2 raised to sin x. ഇതിനെ i എന്ന് വിളിച്ചാൽ i is equal to പ്ലസ് ഇൻ്റഗ്രൽ 0 to pi by 2. ഇതിൻ്റെ ലിമിറ്റുകളുടെ സം എന്ന് പറയുന്നത് പൈ ബൈ 2 ആണ്. 2 raised to cos pi by 2 മൈനസ് തീറ്റ എന്ന് പറയുന്നത് സൈൻ തീറ്റ അല്ലെങ്കിൽ സൈൻ എക്സ് എന്ന് എഴുതാം. ഡിവൈഡർ ബൈ 2 raised to sin x പ്ലസ് 2 raised to cos x ആണ്. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ 2i is equal to LCM സെയിം എടുക്കാം. 2 raised to cos x പ്ലസ് 2 raised to sin x വരും. ഇൻ്റഗ്രൽ 0 to pi by 2 dx എന്ന് കിട്ടും. 1 ആണ്. ഇതിൻ്റെ സംഭവം എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ. പൈ ബൈ 4 കിട്ടും. അടുത്ത ചോദ്യം. ഓർഡർ കണ്ടുപിടിക്കണമെങ്കിൽ റേസ് ടു 1/4 വരാൻ പാടില്ല. അപ്പോൾ നമുക്ക് d square y by dx square the whole raised to 4 is equal to 1 plus dy by dx the whole cube the whole raised to 3 എന്ന് എഴുതാം. ശരിയല്ലേ? ഓർഡറും ഡിഗ്രിയുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓർഡർ എന്ന് പറയുന്നത് 2 ആണ്. ഓർഡർ 2ഉം കിട്ടും. ഡിഗ്രി എന്ന് പറയുന്ന അപ്പോൾ അതിൻ്റെ പവർ എന്ന് പറയുന്നത് 4ഉം കിട്ടും. 2 4 എന്ന് കിട്ടും. ശരിയല്ലേ? റേസ് ടു 1/4 വരാൻ പാടില്ല. ജനറൽ സൊല്യൂഷൻ ഓഫ് e raised to x sin y dx plus e raised to x cos y dy is equal to 0. പിള്ളേർ ഇതിനെനിക്ക് e raised to x into sin x ൻ്റെ ഡെറിവേറ്റീവ് എന്ന് വിളിക്കാം. ശരിയാണോ? e raised to x into
സോറി സൈൻ എക്സ് അല്ല സൈൻ വൈ. ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞേ. ഇ റൈസ് ടു എക്സ് ഇൻറ്റു സൈൻ വൈ എന്ന് പറയുന്ന ഇ റൈസ് ടു എക്സ് ഇൻറ്റു സൈൻ വൈയുടെ ഡെറിവേറ്റീവ് കോസ് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് സൈൻ വൈ ഇൻറ്റു ഇ റൈസ് ടു എക്സ്. ശരിയാണോ? ഇതല്ലേ കിടക്കുന്നത് സൈൻ വൈ ഇൻറ്റു ഇ റൈസ് ടു എക്സ് പ്ലസ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇ റൈസ് ടു എക്സ് ഇൻറ്റു സൈൻ വൈ ഈക്വൽ ടു സി എന്ന് എഴുതിയാൽ പോരെ? എൻ്റെ ഡെറിവേറ്റീവ് അല്ലേ? എൻ്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ് ഇൻറ്റു സൈൻ വൈയുടെ കോസ് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് എന്നിട്ട് ഡി റൈസ് ടു എക്സ് വെച്ചിട്ട് ഒരു ഡി എക്സ് വെച്ചിട്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യല്ലോ ചെയ്യുന്നത്. ഈ സാധനത്തിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഇ റൈസ് ടു എക്സ് ഇൻറ്റു കോസ് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് സൈൻ വൈ ഇൻറ്റു ഇ റൈസ് ടു എക്സ് ഈക്വൽ ടു 0 ആണ്. ഒരു ഡി എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ഇ റൈസ് ടു എക്സ് ഇൻറ്റു കോസ് വൈ ഇൻറ്റു ഡി വൈ പ്ലസ് ഡി എക്സ് ഇൻറ്റു സൈൻ വൈ ഇൻറ്റു ഡി എക്സ് ഇ റൈസ് ടു എക്സ് ഈക്വൽ ടു 0. അടുത്ത ചോദ്യം, വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു എ. പിള്ളേരെ ഇതിന് നമുക്ക് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എ മൈനസ് എക്സ് എന്ന് എഴുതാം. ഈ എ മൈനസ് എക്സിൻ്റെ കൂടുതൽ ഇപ്പോൾ വൈ ഡി വൈ ഈസ് ഈക്വൽ ടു എ മൈനസ് എക്സ് ഇൻറ്റു ഡി എക്സ് എന്ന് കിട്ടും. ഇൻ്റഗ്രേറ്റ് ചെയ്താൽ വൈ സ്ക്വയർ ബൈ 2 ഈസ് ഈക്വൽ ടു എ മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ ബൈ 2 കിട്ടും. പകരം ഒരു മൈനസും കൂടെ വരും, കാരണം മൈനസ് എക്സിൻ്റെ കോയിഫിഷ്യൻ്റോട് ഡിവൈഡ് ചെയ്യണം. പ്ലസ് ഒരു സി കിട്ടും. ഇത് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ വൈ സ്ക്വയർ ബൈ 2 പ്ലസ് എ മൈനസ് എക്സ് സ്ക്വയർ എക്സ് ദ ഹോൾ സ്ക്വയർ ബൈ 2 ഈക്വൽ ടു സി എന്ന് കിട്ടും. ശരിയല്ലേ? ഇത് പ്ലസ് എലിപ്സ് അല്ലേ പിള്ളേരെ? അല്ല, സോറി ഫാമിലി ഓഫ് സർക്കിൾസ് സെൻറ്റർ ഓൺലി ഓൺ ദ എക്സ് വൈ ആക്സിസ്. കാരണം വൈ ആക്സിസ് ആകുമ്പോഴത്തേനും ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് 0 ആണ്. ഇതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് a,0 ആണ്. ശരിയല്ലേ? അപ്പോൾ സെൻറ്റർ ഓൺ ദ എക്സ് ആക്സിസ് ആണ് family of circles. The differential equation of the family of curves y is equal to a e raised to x plus b e raised to minus 3x, where a and b are arbitrary constants. അപ്പോൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം നമുക്ക്. dy by dx is equal to a e raised to x plus minus 3 b e raised to minus 3x എന്ന് കിട്ടും. ശരിയാണോ? ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ ക്യാൻസൽ ആയി പോകില്ല. ഒന്നുകൂടെ ചെയ്യാം. d സ്ക്വയർ y by dx സ്ക്വയർ നോക്കാം ഈക്വൽ ടു അല്ലെങ്കിൽ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം അല്ലേ? ഡി വൈ ബൈ ഡി എക്സ് ആയിട്ടൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. ഇത് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം, ഇത് ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിച്ചാൽ പിള്ളേർ ഇക്വേഷൻ നമ്പർ 1ൽ നിന്നും ഇക്വേഷൻ നമ്പർ 2 ഒന്ന് സബ്ട്രാക്ട് അല്ലെങ്കിൽ 1ൽ നിന്ന് 2 ഒന്ന് സബ്ട്രാക്ട് ചെയ്താൽ y മൈനസ് ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് എ ഇ റൈസ് ടു എക്സ് എ ഇ റൈസ് ടു ക്യാൻസൽ ആയിപ്പോട്ട് ബി മൈനസ് മൈനസ് ബി 4b ഇ റൈസ് ടു മൈനസ് 3x എന്ന് കിട്ടും. ശരിയല്ലേ? സോ ഇത് ഒരു ഇ റൈസ് ടു 3 y ഇൻറ്റു ഇ റൈസ് ടു 3x മൈനസ് ഇ റൈസ് ടു 3x ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 4b എന്ന് കിട്ടും. ഇതിനെ ഒന്നുകൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ പ്രൊഡക്റ്റ് ഉള്ളതിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് ഇക്വേഷൻ കിട്ടും. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ വരും കേട്ടോ. അടുത്ത ചോദ്യം, ദ സൊല്യൂഷൻ ഓഫ് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു സീക്ക് ഓഫ് എക്സ് പ്ലസ് വൈ. പിള്ളേരെ എക്സ് പ്ലസ് വൈക്ക് നമ്മളൊരു ടി കൊടുത്താൽ സോ 1 പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു ഡി ടി ബൈ ഡി എക്സ് എന്ന് കിട്ടും. ശരിയാണോ പിള്ളേരെ? സോ ഡി വൈ ബൈ ഡി അല്ലെങ്കിൽ 1 പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് ഡി ടി ബൈ ഡി എക്സ്, ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് 1 എന്ന് പറയുന്നത് ഡി ടി ബൈ ഡി എക്സ് കിട്ടും. ഡി ടി ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു സീക്ക് ടി എന്ന് കിട്ടും. ഇത് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ ഡി ടി ബൈ സീക്ക് ടി ഇസ് ഈക്വൽ ടു ഡി എക്സ് ആണ്. ഇത് കോസ് ടി ഇൻറ്റു ഡി ടി ഇസ് ഈക്വൽ ടു ഡി എക്സ് എന്ന് കിട്ടും. ഇൻ്റഗ്രേറ്റ് ചെയ്താൽ സൈൻ ടി ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് സി കിട്ടും. സൈൻ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് സി എന്ന് കിട്ടും. അടുത്ത ചോദ്യം, ടി n is the number of triangles which can be formed using the vertices of regular polygon of n sides. If tn plus 1 minus tn is equal to 66, then n is equal to c. ഒരു വെർട്ടിസസ് ഓഫ് റെഗുലർ പോളിഗൺ n സൈഡ്സ് ഉള്ള റെഗുലർ പോളിഗണിന്റെ ട്രയാങ്കിൾസ് പോസിബിൾ ആകുന്ന NC3 ആണ്. അതായത് ഏതെങ്കിലും 3 വെർട്ടെക്സ് എടുത്താൽ അത് 3ഉം ജോയിൻ ചെയ്യുമ്പോഴത്തേനും ഒരു ട്രയാങ്കിൾ കിട്ടും. അതിപ്പോൾ അടുത്തടുത്ത വെർട്ടെക്സ് ആണെങ്കിലും കുഴപ്പമില്ല, റെപ്പറ്റീഷൻ അങ്ങനെ വരത്തില്ല. സോ ഈ വാല്യൂ എന്ന് പറയുന്നത് n+1 C3 മൈനസ് NC3. നിങ്ങൾക്ക് ഐഡന്റിറ്റി ഉണ്ട്, ഈക്വൽ ടു 66 ഉണ്ട്. എന്നിന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താലും മതി, അത് സാറ്റിസ്ഫൈ ചെയ്യുന്നത് കേട്ടോ. ദ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ആൻഡ് ദ റേഷ്യോ 3:4:5. പിള്ളേരെ 3K 4K 5K ആണ്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 180 കിട്ടും. അങ്ങനെയാണെങ്കിൽ 4 3 7 5 12K ഈസ് ഈക്വൽ ടു 180 ആണ്. K ഈസ് ഈക്വൽ ടു 180 ബൈ 12 12 1 K is equal to 180 divided by 12, that is equal to 5 എന്ന് കിട്ടും. ശരിയല്ലേ? 5 അല്ല, ഐ എം സോ സോറി, 15 എന്ന് കിട്ടും.
സോ k ഈസ് ഈക്വൽ ടു 15 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ 3k എന്ന് പറയുന്നത് 3 ഇൻറ്റു 15 45. 4k എന്ന് പറയുന്നത് 4 ഇൻറ്റു 15 15 60. സോ 5k എന്ന് പറയുന്നത് 15 ഇൻറ്റു 15 75 എന്ന് കിട്ടും. ശരിയല്ലേ? റേഷ്യോ ഓഫ് ദ ലാർജസ്റ്റ് സൈഡ് ടു ദ സ്മോളസ്റ്റ് സൈഡ്. അപ്പം ഞാൻ ചോദിക്കട്ടെ പിള്ളേരെ, a ബൈ സൈൻ എ ഈസ് ഈക്വൽ ടു b ബൈ സൈൻ ബി ഈസ് ഈക്വൽ ടു c ബൈ സൈൻ സി. ഇങ്ങനെ ഒരു കണ്ടീഷൻ ഇല്ലേ? അതിലിട്ട് കൊടുത്താൽ നമുക്ക് a ഡിവൈഡഡ് ബൈ സൈൻ എ സൈൻ 45 is equal to b എന്ന് പറയുന്നത് അറിയില്ല, b ഡിവൈഡഡ് ബൈ സൈൻ 60 is equal to c ഡിവൈഡഡ് ബൈ സൈൻ 75 എന്ന് എഴുതാം. ശരിയാണോ? ലാർജസ്റ്റും സ്മോളസ്റ്റും ഇത് രണ്ടും ആയിരിക്കും അല്ലേ? സോ a ബൈ സി ഈസ് ഈക്വൽ ടു സൈൻ 45 ഡിവൈഡഡ് ബൈ സൈൻ 75 എന്ന് എഴുതാം. ഇതിൻ്റെ വാല്യൂ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ അറിയാം. ഇത് 1/√2 ആണ്. ഡിവൈഡഡ് ബൈ സൈൻ 75 എന്ന് പറയുന്ന സൈൻ ഓഫ് 45 പ്ലസ് 30 എഴുതിയാൽ സൈൻ എ പ്ലസ് ബി. ഓക്കെ. The variance of 1, 2, 3 up to 10 is 99/12. 1, 2, 3 up to 10ന്റെ വേരിയൻസ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് നമുക്ക് n സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ 12 മറ്റേ ഇക്വേഷൻ ഉണ്ട്. ആണെന്നില്ല, നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് 2/3 4/3 അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം പിള്ളേരെ ഈ 1നെ 1 ഇൻറ്റു 2/3 ചെയ്യുവാണ് ചെയ്തത്. 2നെ 2 ഇൻറ്റു 2/3 ചെയ്യുവാണ് ചെയ്തത്. 3നെ 3 ഇൻറ്റു 2/3 ചെയ്താൽ 2 കിട്ടും. അപ്പോൾ ഇതിനെ എല്ലാത്തിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണ് ചെയ്തത്. അപ്പം നമ്മുടെ വേരിയൻസ് ആണ് ഇവിടുത്തെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് അണ്ടർ ദ റൂട്ട് ഓഫ് 99/12 ആണ്. ഇതിനെ നമ്മൾ സെയിം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ചേഞ്ച് ഓഫ് ഒറിജിൻ എന്ന് പറയുന്നത് ചേഞ്ച് ഓഫ് സ്കെയിൽ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. സോ 99/12 ഇൻസൈഡ് ദ റൂട്ട് ഇൻറ്റു 2/3 ചെയ്യണം. ശരിയാണോ പിള്ളേരെ? അതിനുശേഷം ഇതിൻ്റെ ഇൻറ്റു 2/3 ചെയ്താൽ മതി. നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എഴുതണം. 99 നമുക്ക് √11 ഇൻറ്റു 3 എന്ന് വിളിക്കാം. ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു √3 എന്ന് വിളിക്കാം. ശരിയല്ലേ? 4 ആണ്. ഇൻറ്റു 2/3 എന്ന് കിട്ടും. 2 ക്യാൻസൽ ആയി പോവും. 3 ക്യാൻസൽ ആയി പോവും. √11/3 എന്ന് കിട്ടും. അത് ഓപ്ഷൻ 3 ആണ്. ഓക്കെ. അടുത്ത ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 1³ + 2³ എക്സെട്രാ n³ ഡിവൈഡഡ് ബൈ n മൈനസ് 1 മൈനസ് n⁴. ദറ്റ് ഇസ് ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി. ഇത് സം എന്ന് പറയുന്നത് n ഇൻറ്റു n പ്ലസ് 1/2 ദ ഹോൾ സ്ക്വയർ ആണ്. ശരിയല്ലേ പിള്ളേരെ? ഡിവൈഡഡ് ബൈ 1 മൈനസ് n⁴. ദാറ്റ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി. ഇത് n സ്ക്വയർ ആണ് ഇൻറ്റു n സ്ക്വയർ പ്ലസ് 2n പ്ലസ് 1 ദ ഹോൾ ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 1 മൈനസ് n⁴ കിട്ടും. ദാറ്റ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി. n സ്ക്വയർ അവിടെ കിടക്കട്ടെ. ഇൻറ്റു ഒരു n സ്ക്വയർ കോമൺ എടുത്താൽ 1 പ്ലസ് 2/n പ്ലസ് 1/n² കിട്ടും. ദ ഹോൾ ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു ഒരു n⁴ വെളിയിലെടുത്താൽ 1/n⁴ മൈനസ് 1 എന്ന് കിട്ടും. n⁴ ക്യാൻസൽ ആയി പോകും. ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ ഇത് 0 ഇത് 0 ഇത് 0 -1 ആണ് വരുന്നത്. 1/-1 എന്ന് വരും. -1 ആണ് ആൻസർ. ഓക്കെ. സോറി, -1 ഡിവൈഡഡ് ബൈ 4 ഉണ്ട് കേട്ടോ. ഞാൻ കാണാൻ -1 ഡിവൈഡഡ് ബൈ 4 ഉണ്ട്. -1/4 എന്ന് പറയുന്നത് ഓപ്ഷൻ 2. Okay. So that was our last question. So the question paper discussion is winding up. Thank you.